Yes. Dr. Trivedi, it was very nice presentation. Thank You you. have given so many and we will try these books also. It was very, I think it will be very useful for us. And thank you a lot. You should please come again with another Sure. message. Okay, thank you. If It will Dr. be- Ganesh will invite me, I'll come again. He's the That boss. Okay. Doctor, The sir, platform is always open for you. Thank you. Thank you. sir, this Ambadi madam is one of the super specialists in homeopathy in this infertility care in Kerala. She has more than 2,000 successful cases with her in infertility. Yeah. And one of our colleague and friend, Dr. Shanda Chandran, is also having the same number of successful cases. So both these I fellows have are read very- about that. Yes, It's a sir. very huge hospital in Kerala. No, they are running a private clinic and not in hospital. But even in the government sector, we have a lot of successful cases with them. Even without paying a penny, people are getting such wonderful result in our government hospitals. Anyway, thank you, Ambadi madam, Dr. Nikunj Trivedi sir, and those who attend the session. Tomorrow we will have a session from Dr. Beatrice Krishna, and she will be talking about the management of skin complaints with homeopathy part 7. Thank you all. Good night. It's over to Dr. Mariamma John to moderate the Malayalam session. Thank you all. നന്ദി ധനേഷ് ഡോക്ടർ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1543 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ VK ദേവരാജ് DHMS, സ്വകാര്യ ചികിത്സകൻ, ചേർത്തല, കട്ടച്ചിറ, തണ്ണീർമുക്കം, പ്രസിഡന്റ് ഫ്രഷ് ഹോമിയോപ്പതി പഠന ഗ്രൂപ്പ്, ISKയുടെ യൂണിറ്റ് ആക്ടിവിറ്റി സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, ട്രസ്റ്റ് ബോർഡ് മെമ്പർ, ഫാക്കൽറ്റി സെൽ മെമ്പർ എന്നീ നിലകളിൽ മുൻകാലങ്ങളിൽ മികച്ച പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. 32 വർഷത്തെ ചികിത്സാനുഭവങ്ങളുള്ള ഡോക്ടർ ഇന്ന് നമ്മോട് 1 മണിക്കൂർ ഡോക്ടറോടൊപ്പം കഴിയുവാൻ എന്നാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഇതിലേക്കായി ഡോക്ടർ VK ദേവരാജിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കോമയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ കോമയുടെ തെറാപ്യൂട്ടിക്സ് ഒന്നും പറയാൻ പറ്റിയില്ല. അപ്പൊ അതിന്ന് പറയാം. അതിനു മുമ്പായിട്ട് ഞാൻ എൻ്റെ ഈ അടുത്ത് വന്ന ഒരു എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ 2 കേസുകൾ പറയാം. അതിൽ ഒരു കേസ് ഇതാണ്, ഒക്കുലാർ മൈസ്തീനിയ ഗ്രാവിസ് എന്ന് ഡയഗ്നോസ് ചെയ്തിട്ട് ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡയഗ്നോസ് ചെയ്ത കേസാണ്. അദ്ദേഹത്തിന് അവർ രണ്ടുപേരും ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാണ്. നേരത്തെ എൻ്റെ മരുന്ന് കഴിച്ചിട്ടുള്ളതാണ്. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഹോമിയോപ്പതി മരുന്ന് വൈഫ് കഴിച്ചിട്ടുള്ളതാണ്. ഇദ്ദേഹത്തിനായിരുന്നു. അപ്പൊ അങ്ങനെ രണ്ടുപേരും കൂടി വന്നു. പിന്നെ അതോടൊപ്പം തൈമോമായും ഉണ്ടായിരുന്നു. തൈമോമ എന്ന് പറയുന്നത് നമുക്കറിയാം തൈമസ് ഗ്ലാൻഡിന്റെ ഒരു ട്യൂമറാണ്, ഒരു ക്യാൻസറസ് കണ്ടീഷനാണ്. അപ്പോൾ അവിടുന്ന് അവർ പറഞ്ഞത് അത് സർജറി ചെയ്യണം എന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത്. പക്ഷെ ഇവർക്ക് അതിന് താല്പര്യമില്ലാതിരുന്നത് കൊണ്ട് ഇവര് എൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പോൾ സിംറ്റംസ് എന്ന് പറയാനായിട്ട് ഉണ്ടായിരുന്നത് നമുക്കറിയാം, ഈ മയസ്തീനിയ ഗ്രാവിസിന് ഇത് ഒക്കുലാർ മയസ്തീനിയ ഗ്രാവിസ് ആയിരുന്നുകൊണ്ട് തൈമോമയുടെ ഒരു കോംപ്ലിക്കേഷനിൽ പെട്ടതാണ് ഈ ഒക്കുലർ മയസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്നത്. മയസ്തീനിയ ഗ്രാവിസ് നമുക്കറിയാം, അത് ന്യൂറോമസ്കുലാർ ജംഗ്ഷനിൽ ഉണ്ടാകുന്ന ഒരു ഡിസീസാണത്. അപ്പോൾ സാധാരണഗതിയിൽ അതിന് ഭയങ്കര തളർച്ചയും പാരാലിസിസ്, ഈ ചെറിയ സിംഗിൾ ഓർഗൻസിനൊക്കെ ഉള്ള പാരാലിസിസ്. ഇവിടെ ഉണ്ടായിരുന്നത് ഒരു സെക്കൻഡ്
പുകയടിച്ചിട്ട് ഹലോ, സോറി. അപ്പൊ അടുക്കളയില് നമ്മള് പുകച്ച് പുറത്തേ അടിക്കാനുള്ള ശ്രമമാണ്. അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹത്തിന്റെ ഈ കംപ്ലൈന്റ് മസ്തീന ഒക്കിലോ മസ്തീന. അപ്പോ താടിക്ക് ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കണം, വിഴുങ്ങാൻ പറ്റുന്നില്ല, വിഴുങ്ങാൻ ഉച്ചാരണം ഭയങ്കര സ്ലർഡ് സ്പീച്ചാണ്. ഇതൊക്കെയാണ് ആകെയുള്ള സിംറ്റം. ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല, കാഴ്ച ഡബിൾ ബ്ലൈൻഡ്. അത് ബ്ലൈൻഡ്നെസ് എന്ന് പറയുമ്പോൾ അത് മേളിലും താഴെയായിട്ടാണ് ഡബിൾ വിഷൻ കാണപ്പെടുന്നത്. അപ്പൊ ഈ സിംറ്റംസ് എല്ലാം കൂടി എടുത്തുകൊണ്ട് ഞാൻ ഇത്രയും സിംറ്റംസ് ആണ് പ്രധാനമായിട്ട് കിട്ടിയത്. പിന്നെ കുറച്ച് ജനറൽ ആയിട്ടുള്ള ജനറാലിറ്റീസും എടുത്ത് അദ്ദേഹത്തിന് ഞാൻ കൊടുത്ത മരുന്നുകൾ എന്ന് പറയുന്നത് സിഫിലിനം 2 ഡോസ് കൊടുത്തു, 2 ഡോസും കൊടുത്ത്, കോസ്റ്റിക്കം 1, ഡെൽസീമിയം 1, അത് 4 നേരം വെച്ച് കൊടുത്തു. അപ്പോ തൈമസ് അന്ന് കുറിച്ചെങ്കിലും തൈമസ് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ കൊക്കോതമംഗലത്താണ് വൈകുന്നേരം പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അവരെ ഇങ്ങോട്ട് വിട്ടപ്പോൾ ഇവിടെ പെട്ടെന്ന് നോക്കിയപ്പോൾ അത് കണ്ടില്ല, അതുകൊണ്ട് തൈമസ് കൊടുത്തില്ല, ഇത് മാത്രമാണ് കൊടുത്തത്. അങ്ങനെ അവര് വന്നത് 28/8 അവർ വന്നത്. അപ്പൊ ഈ മെഡിസിനാണ് ഞാൻ കൊടുത്തു വിട്ടത്. വീണ്ടും അപ്പോ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എന്തായാലും TSH ഒന്ന് നോക്കാൻ പറഞ്ഞു. അപ്പൊ അവര് നോക്കിയിട്ടില്ലായിരുന്നു. TSH നോക്കിയപ്പോഴത്തേക്ക് TSH നോക്കിയിട്ട് അവർ വീണ്ടും 12/9 വന്നു. അപ്പൊ 7.52 ഉണ്ടായിരുന്നു TSH. ഞാൻ എന്തായാലും വീണ്ടും തൈറോയിഡിനും കൊടുത്തു. അതോടൊപ്പം ഈ പറഞ്ഞ ഡെൽസീമിയവും കോസ്റ്റിക്കും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് അന്ന് കുറച്ച് ദിവസത്തേക്കേ കൊടുത്തുള്ളായിരുന്നു. ടെസ്റ്റ് ചെയ്ത് വന്നിട്ട് അതും കൂടി നോക്കിയിട്ട് മരുന്ന് തരാം എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. ഒക്ടോബർ 8-ാം തീയതിയിൽ ഇയാൾക്കൊരു അക്യൂട്ട് എക്സാസർബേഷൻ ഉണ്ടായി. ഒട്ടും വിഴുങ്ങാനൊന്നും പറ്റിയില്ല, സംസാരം പ്രയാസമായി. ഇത് ഭയങ്കര വിഷമം, അതായത് ചെറിയൊരു ശ്വാസം മുട്ടൽ, കൈ ഇങ്ങനെ പിടിക്കണം, അങ്ങനെയുള്ള കണ്ടീഷനിൽ വീണ്ടും ഇൻഡോ അമേരിക്കനിലേക്ക് പോയി. ഇൻഡോ അമേരിക്കനിൽ ചെന്നപ്പോൾ അവര് സ്റ്റിറോയിഡ് കൊടുത്തതിന് ശേഷം വീണ്ടും അവരൊന്ന് സ്കാൻ ചെയ്തു. അപ്പൊ ഇത്രയും ദിവസത്തെ ഈ ഇതേ ആള് ഒക്ടോബർ 8 ആണ് വീണ്ടും വന്നത്. 28-ലാണ് വന്നത്. അത് 8-ാം മാസം ആണ് വന്നത്. അതിനുശേഷം വീണ്ടും ഇത്ര ചെറിയ ഈ കാലയളവിനുള്ളിൽ ഇയാൾക്ക് എക്സാസർബേഷൻ ഉണ്ടായതും അവിടെ തന്നെ പോയതും അവിടുത്തെ ഡോക്ടർ അപ്പോൾ വീണ്ടും ഒരു സ്കാൻ ചെയ്യാൻ കൂടി പറഞ്ഞു. അപ്പൊ അവരുടനെ പറഞ്ഞു, ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നമ്മൾ ഉടനെ സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ സ്കാൻ ചെയ്യാനായിട്ട് കുറിച്ച് ഇയാൾക്കൊരു ഭയമുണ്ട്, അല്ല ഭയം മാത്രമല്ല മടിയുണ്ട്. അപ്പൊ സ്കാൻ ചെയ്യാനായിട്ട് കുറിച്ചു. സ്കാൻ ചെയ്യാൻ വന്നപ്പോ സ്കാൻ ചെയ്ത് വന്നപ്പോൾ റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് നേരെ പകുതിയായിട്ട് 2.7 സെന്റിമീറ്റർ ഉണ്ടായിരുന്നത് നേരെ പകുതിയായിട്ട് കുറഞ്ഞു. പകുതിയായിട്ട് കുറഞ്ഞത് കൊണ്ട് തന്നെ അവര് വീണ്ടും എൻ്റെ അടുത്ത് വന്നു. സാധാരണഗതിയിൽ നമ്മുടെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അക്യൂട്ട് എക്സാസർബേഷൻ ഉണ്ടായാൽ സാധാരണ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവര് ഒരിക്കലും പിന്നെ തിരിച്ചു വരാറില്ല. പലപ്പോഴും ചിലർ വരും, പലപ്പോഴും വരാറില്ല. ഇവരിത് കൃത്യമായിട്ട് ഇതിന്റെ അളവുകൾ നോക്കിയപ്പോൾ അതിന്റെ 3 അളവുകളിലും 2 അളവുകളിൽ വളരെ പ്രകടമായ നേരെ പകുതിയായിട്ടുള്ള വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ അവര് വീണ്ടും നമ്മുടെ അടുത്തേക്ക് വന്നു. അപ്പോ ഇത് നമ്മൾക്ക് അറിയാം, ഈ തൈമസ് പ്ലാന്റിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അസറ്റൈൽ കോളൈൻ റിസപ്റ്റർ ആന്റിബോഡി ഉണ്ടാകുന്നത് കൊണ്ടാണ് ആന്റിബോഡിയുടെ അളവ് കൂടുതൽ. ടെസ്റ്റുകളൊക്കെ അവിടെ നടത്തിയിരുന്നു. അസറ്റൈൽ കോളൈൻ എന്ന് പറയുന്നത് നമുക്കറിയാം, അതൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അത് ബേസൽ ഫോർ ബ്രെയിനിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. അതോടൊപ്പം മീസോകോണ്ടൈൻ ആ ഏരിയയിൽ നിന്നും കൂടിയാണ് ഈ അസറ്റൈൽ കോളൈൻ ഉണ്ടായി വരുന്നത്. അത് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ അതിനെതിരെയുള്ള ആന്റിബോഡി കൂടുന്നതാണ് പ്രശ്നം. അസറ്റൈൽ കോളൈൻ കുറഞ്ഞാലുള്ള പ്രശ്നം നമുക്കറിയാം, അത് വേണ്ട സാധനം തന്നെയാണ്. അത് മസിൽസിനെ കൺട്രാക്ട് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ആ കൺട്രാക്ഷൻ നടക്കുന്നില്ല, അതുകൊണ്ടാണ് അവർക്ക് വിഴുങ്ങാൻ പറ്റാത്തത്, നാക്ക് സംസാരിക്കാൻ പറ്റാത്തത്, ഇവിടെയൊക്കെ സപ്പോർട്ട് കൊടുക്കേണ്ടി വരുന്നത്. പിന്നെ ടോസിസ് ഉണ്ടായിരുന്നു, 2 ബൈലാറ്ററൽ ടോസിസ് ഉണ്ടായിരുന്നു.
അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഞാനിപ്പോ നോക്കിയ 2 കണ്ണും നെർട്ടോസിസ് ഉണ്ടായി. ഇത് ഡബിൾ വിഷൻ ഞാൻ പറഞ്ഞിരുന്നു. ഈ അസറ്റൈൽ കോളിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അൾഷിമേഴ്സ് ആണ്. പ്രായമായവരിൽ അസറ്റൈൽ കോളിൻ കുറഞ്ഞു കഴിഞ്ഞാൽ, ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ കുറഞ്ഞു കഴിഞ്ഞാൽ അൾഷിമേഴ്സ് ഉണ്ടാകും. ഇവിടെ അസറ്റൈൽ കോളിൻ ആന്റിബോഡി കൂടുകയാണ്, അതിന്റെ റിസപ്റ്ററുള്ള ആന്റിബോഡി കൂടുകയാണ്. അപ്പൊ ആന്റിബോഡി കൂടും. പൊതുവെ നമുക്കറിയാലോ, ആന്റിബോഡി അങ്ങനെയുള്ള ഇതിന് ഹോമിയോപ്പതിയിലെ മെഡിസിൻ ഉള്ളതെന്നറിയാം. അപ്പൊ ഈ ടെസ്റ്റ് ചെയ്തപ്പോ ഇത്രയും കുറഞ്ഞപ്പോ ഇവര് ഡോക്ടറോട് ചെന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ ഇങ്ങനെ എനിക്ക് ഇത്രയും വ്യത്യാസം, അതായത് എനിക്ക് പകുതിയോളം വ്യത്യാസമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ ഉടനെ പറഞ്ഞത്, എനിക്ക് വിഷമം വരാതിരിക്കാൻ ഇങ്ങനെ എടുത്തു പറഞ്ഞു. അതുകൊണ്ടാണ് അവര് പറഞ്ഞു, ഡോക്ടറെ ഹോമിയോനെ മാത്രമായിട്ടല്ല പറഞ്ഞു, ആയുർവേദവും ഹോമിയോയ്ക്കും ഇതിന് മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോ ഇത് മരുന്ന് കണ്ടുപിടിക്കാത്ത ഒരു സാധനം. അപ്പൊ ഇദ്ദേഹം പിന്നെയും ചോദിച്ചു, പിന്നെ എങ്ങനെ മാറും ഡോക്ടറെ? അതെനിക്ക് അറിയാൻ പറ്റുന്നില്ല. അതൊരു എന്തോ അത്ഭുതമാണ്. അത്ഭുതങ്ങളാണ് നമ്മള് അത് കുറച്ചു കഴിഞ്ഞാൽ അത് അത്ഭുതം. അപ്പൊ നമ്മളേതാണ്ട് എനിക്ക് തോന്നുന്നു ഹോമിയോപ്പതിക്കാർ ഏതാണ്ട് ദൈവങ്ങളുടെ ഒരു അവസ്ഥയിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ മെഡിസിൻ അവര് പറയുന്നത് അദ്ദേഹം തീർത്ത് പറഞ്ഞു, ഹോമിയോയിലും ആയുർവേദത്തിലും ഇതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടേ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ എന്തായാലും അപ്പോ വീണ്ടും വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ 8-ാം തീയതി തന്നെ തൈറോയിഡിനും കൊടുത്തിരുന്നു. അത് കൂടാതെ വീണ്ടും ഈ തൈമസിന്റെ അളവ് ഇത്രയും കുറഞ്ഞത് കണ്ടപ്പോൾ ഞാൻ കുറേയേറെ വണ്ണം കൊടുത്തു. അപ്പൊ അയാളെ മറ്റു സിംറ്റംസ് കൂടി എടുത്തുകൊണ്ടാണ്, ന്യൂറോളജിക്കൽ സിംറ്റംസ് കൂടി എടുത്താണ്. പിന്നെ തൂജയും സിഫിലിനും ജെർസീമിയും ടെന്നമും കോസ്റ്റിക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്തു. ഈ ഡബിൾ വിഷന് ഇപ്പൊ എന്തായാലും വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതിന്റെ ബാക്കി റിസൾട്ടിന് വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഈ വെറും 1 മാസത്തിനോട് അടുത്ത സമയം കൊണ്ട് ഇത്രയും വ്യത്യാസം പകുതിയിലധികം കുറഞ്ഞത് കൊണ്ട് തന്നെയാണ് തൈമസ് ഗ്ലാൻഡ് തൈമോമ അത്ര റെഡ്യൂസ് ചെയ്തുകൊണ്ടാണ് അവര് നമ്മുടെ അടുത്ത് വന്നത്, വീണ്ടും വന്നത് ഹോമിയോപ്പതി. അപ്പൊ അദ്ദേഹം ഈ ഡോക്ടറോട് പറയുകയും ചെയ്തു, ഡോക്ടറെ ഞാനിത് ഹോമിയോ മരുന്ന് കഴിച്ച് ഞാനിത് പൂർണ്ണമായിട്ട് കുറച്ചിട്ട് ഡോക്ടറെ സ്കാൻ ചെയ്ത് കൊണ്ടുവന്ന് കാണിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, അത് നിങ്ങൾ വെറുതെ അബദ്ധമാണ് ഈ പറയുന്നത്. അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഒരിക്കലും നമ്മൾ അങ്ങനെ അവരെ വെല്ലുവിളിക്കരുത്. കാരണം അവര് ഇക്കാര്യത്തിലൊക്കെ അവര് ഭയങ്കര ഈ വിരോധം ഉള്ളിൽ സൂക്ഷിക്കും. പിന്നെ എന്തെങ്കിലും ഒരു എക്സാസർബേഷൻ ഉണ്ടായി ചെന്ന് കഴിഞ്ഞാൽ അവരത് പ്രശ്നമാക്കും. നമുക്ക് ചെയ്യാം, ഇതെല്ലാം മാറിക്കഴിഞ്ഞിട്ട് ഈ 2 റിപ്പോർട്ടുമായിട്ട് അവരുടെ ചെന്നിട്ട് കാണിക്കാം. മാറുന്നതിന് മുമ്പ് ചെയ്യരുത്. കാരണം ഉറപ്പായിട്ട് എന്തെങ്കിലും എക്സാസർബേഷൻ സാധ്യതകളുണ്ട്. അപ്പോൾ ഇതാണ് ഒരു കേസ്. അടുത്ത കേസ് എന്ന് പറയുന്നത് വളരെയധികം മെന്റൽ സിംറ്റംസ് വളരെയധികം പ്രോമിനന്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു കേസാണ്. 2 കേസ് കഴിഞ്ഞിട്ട് തെറാപ്യൂട്ടിക്സിലേക്ക് വരാം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വരാത്തത്. അപ്പൊ തെറാപ്യൂട്ടിക്സ് എന്ന് വെച്ചാൽ നമ്മുടെ കോമയുടെ. അപ്പോ മെന്റൽ സിംറ്റംസ് വളരെയധികം ഒരു സെപ്റ്റിസീമിയ ആയിട്ട് വളരെ സീരിയസ് ആയ കണ്ടീഷൻ. ന്യൂറോ ഐസിയുവിൽ ക്രിട്ടിക്കൽ ഐസിയുവിൽ 6 ദിവസവും ന്യൂറോ ഐസിയുവിൽ 5 ദിവസവും കിടന്ന ഒരു പേഷ്യന്റ് അതിനുശേഷം അവിടുന്ന് സംഭവമൊക്കെ അവിടുന്ന് മരിച്ചു പോകും എന്നൊക്കെ എല്ലായിടത്തും ഒക്കെ അറിയിക്കാനൊക്കെ പറഞ്ഞു. ഇവര് തന്നെ ഒരു ദിവസം ഫോൺ വിളിച്ച് ഇയാൾക്ക് ഇതിന് ഇത്രയും സീരിയസ് ആകുന്ന ഹോസ്പിറ്റലിൽ വെച്ച് ഫോൺ വിളിച്ചിട്ട്, അതായത് ന്യൂറോ ഐസിയുവിലേക്ക് മാറ്റിയപ്പം വിളിച്ചിട്ട് പറഞ്ഞു, ഉടനെ ഇങ്ങോട്ട് വരണം, ഹസ്ബൻഡ് അവിടെ സ്ഥലത്തില്ല, ഉടനെ ഇങ്ങോട്ട് വരണം, എനിക്ക് എന്തോ സംഭവിക്കാൻ പോവുകയാണ്, മക്കളെയൊക്കെ നോക്കിക്കോണം, ഞാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇയാൾ വന്നപ്പോഴത്തേക്ക് ഇവരാകെ തണുത്ത് തീർത്ത അവസ്ഥമായിട്ടുള്ള ഒരവസ്ഥയിലാണ്. അപ്പൊ അത് കഴിഞ്ഞ് അവർക്ക് ബോഡി പെയിനും ഭയങ്കര സിവിയർ ബോഡി പെയിനും, ശരീരം മുഴുവൻ ബോഡി പെയിനാണ്. അപ്പൊ അത് അവർക്ക് മാറുന്നില്ല. മാറാതെ വന്നപ്പോ ഈ അവിടെ ചെല്ലുമ്പോൾ അവർ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് പറയും, ഇത് നിങ്ങൾ ഈ മരുന്ന് തന്നെ കഴിക്കുക എന്ന് തുടർന്ന് പറയും. പെയിൻ കില്ലർ ഒന്നും കഴിച്ചാൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഞാൻ ആ കേസൊന്നും എടുക്കാം. ഇവർക്ക് റിക്കറന്റ് ആയിട്ട് ബോയിൽസ് ഉണ്ടാവുക, അതാണ് ഞാൻ നോട്ട് ചെയ്ത മറ്റൊരു സംഭവം. സെപ്റ്റിസീമിയ വളരെ ബ്ലഡ് പോയിസണിങ് ഉണ്ടായിരുന്നു. പിന്നെ അത് സെപ്റ്റിസീമിയ ആകുമ്പോൾ ബ്ലഡ് പോയിസണിങ് ഉണ്ടല്ലോ. പേഴ്സണൽ ഹിസ്റ്ററിയിൽ ഭയങ്കര റിക്കറന്റ് ആയിട്ടുള്ള ഈ ബോയിൽസ് വരുമായിരുന്നു. അതൊക്കെ പഴുത്തും വരുമായിരുന്നു, വലിയ വലിയ ബോയിൽസുകളൊക്കെ വരുമായിരുന്നു. എന്തായാലും ഞാൻ കേസ് എടുത്തതിന് ശേഷം അപ്പൊ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ അവർക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള കുറെ പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അവര് പറയുന്നത്, അവര് ഇപ്പൊ താമസിക്കുന്ന ഇവരുടെ ഈ സെപ്റ്റിസീമിയ വന്ന് ഇത്രയും ദിവസം ഐസിയുവിൽ കിടന്ന് പിന്നെ ബാക്കി
നീണ്ടു നിൽക്കുന്ന വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ കഴിച്ചു വന്നപ്പോൾ അവരുടെ വീട് വിറ്റിപ്പോ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഈ വാടക വീട്ടിൽ അവർ താമസിക്കുമ്പോൾ ഒരു പ്രത്യേക സമയമാകുമ്പോൾ സിഗരറ്റിന്റെ മണം വരും. അപ്പൊ ഈ ഹസ്ബൻഡ് സിഗരറ്റ് വലിക്കാറില്ല. അപ്പൊ ഇവര് ഇത് ഇങ്ങനെ കുറച്ച് തവണ ഇതായപ്പം ഈ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോ ഹസ്ബൻഡിനും സിഗരറ്റിന്റെ മണം വരാൻ തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞു. അപ്പൊ ഇവരുടനെ ഇവിടെ മുൻപ് താമസിച്ചിരുന്ന അവരുടെ ഇത് താമസിച്ചിരുന്ന വീട്ടിന്റെ ഉടമയെ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ ഇതിന്റെ ഈ അവരുടെ ഹസ്ബൻഡ് മരിച്ചു പോയതായിട്ട് അറിഞ്ഞു. അപ്പൊ ഇവര് ഇങ്ങനെ മരിച്ചു കേട്ടത് അവരെ വിളിച്ചിട്ട് ഇങ്ങനെ ഹസ്ബൻഡ് മരിക്കുമായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് വീണ്ടും ഇതേ അവസ്ഥ ഉണ്ടാകുകയും ഒരു ദിവസം ഈ ഒരു വെള്ള ഡ്രസ്സൊക്കെ ധരിച്ച ഒരു രൂപം ഇവരുടെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു, മോളെ നീ ഒരു കാര്യം ചെയ്യണം, ഞാൻ നിന്നെ ശല്യപ്പെടുത്താൻ വന്നതല്ല, നീ പോയി ഹസ്ബൻഡിനോട് മറ്റേ എന്റെ വൈഫിനോട് പറയണം, എനിക്ക് എന്റെ കർമ്മങ്ങൾ, ഇവര് ക്രിസ്ത്യൻസ് ആണ്, മറ്റൊരു ഹിന്ദുക്കളാണ്, കർമ്മങ്ങളൊക്കെ വീഴാനുണ്ട്, അപ്പൊ അത് ഒന്ന് ചെയ്യണമെന്ന് പറയണമെന്ന് പറഞ്ഞു. ഉടനെ ഇയാള് തിരക്കി പിടിച്ചപ്പോ ഇവരുടെ നിർബന്ധവും പിന്നെ ഈ സ്മെല്ല് ഇയാളും അനുഭവിക്കുന്നു, ഹസ്ബൻഡിനും കൂടി സ്മെല്ല് കിട്ടും. അതിനിടയ്ക്ക് വേറെ കുറെ പ്രശ്നങ്ങളുണ്ട്, അത് ഞാൻ പറയാം. അപ്പൊ ഇത് ഹസ്ബൻഡിനും കൂടി സ്മെല്ല് കിട്ടുന്നതുകൊണ്ട് അയാൾ നേരെ പോയി അവരെ കണ്ടപ്പോ അവർ ആദ്യം പറഞ്ഞു, ഇല്ല ഒന്നും ചെയ്യാനില്ല, ഞങ്ങളെല്ലാം ചെയ്തതാണ്. വീണ്ടും ഇയാള് ഇങ്ങനെ വീണ്ടും ഈ ഒരു വെള്ള രൂപ ഇങ്ങനെ വന്ന് ഇവരോട് നേരിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ ഇവര് വീണ്ടും ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടറെ അയാളെ വരപ്പോ ഒന്നുകൂടി കാണാം. അപ്പൊ ഒരു ഏറ്റുമാനൂർ അമ്പലത്തിൽ എന്തോ ഒരു വഴിപാട് തീരാനുണ്ട്, അത് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ചെയ്തു. അപ്പൊ ഇയാള് എപ്പോഴും പറയും, ഞാൻ ഇത് പറഞ്ഞ് എന്റെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിന്നോട് ഒരിക്കലും വരത്തില്ല, ഞാൻ ഉപദ്രവിക്കാൻ വരുന്നതല്ല എന്ന് പറയും. അതോടൊപ്പം ഈ ഇവർക്ക് ഉള്ള മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ സ്ഥലം, ഇവർക്ക് വീട് മാറി താമസിച്ചപ്പോൾ കുറച്ച് സ്ഥലം വിൽക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ സ്ഥലത്ത് ഒരു മരം വിറ്റേക്കാമെന്ന് ഇവർ തീരുമാനിച്ചു. സ്ഥലം വിറ്റ് പോകുന്നില്ല. അപ്പൊ സ്ഥലം വിൽപ്പിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ വേറെ ഉണ്ട്. കാരണം ഒരു ആദ്യം വന്ന് പറഞ്ഞ വില പിന്നീട് ഇവരുടെ അവസ്ഥ മനസ്സിലാക്കി വില കുറച്ച് പറയുകയും അങ്ങനെ പല സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പൊ എന്തായാലും ഇത് മരം വിൽക്കാനായിട്ട് അപ്പൊ അത് മരം വിൽക്കണമെങ്കിൽ അങ്ങോട്ട് ആൾക്കാർക്ക് കടക്കണമെങ്കിൽ അങ്ങോട്ട് കോട്ടയം ഭാഗത്തേക്ക് പള്ള എന്നാണ് പറയുന്നത്. ഈ കുറ്റിച്ചെടി ഇന്ന് വളർന്ന് കാട് പോലെ നിൽക്കുന്നത്. അപ്പൊ പള്ള വളർന്ന് ഒരു 2 ആൾ പൊക്കത്തിൽ നിൽക്കുകയാണ്. അത് അനിയൻ പോയി വെട്ടിയപ്പോൾ അനിയൻ അവിടുന്ന് ഒരു ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ ഇയാൾ എന്നെ കാണിച്ചു. ഒരു 10-20 നാരങ്ങയ്ക്കകത്ത് ആണി ഇങ്ങനെ പല ഇരുമ്പാണി തറച്ച കുറെ നാരങ്ങകൾ, അതെല്ലാം ഫ്രഷ് നാരങ്ങ. അപ്പൊ ആ സ്ഥലത്തേക്ക് ആൾക്കാർ ചെല്ലണമെങ്കിൽ എന്തായാലും നടന്നു ചെല്ലാൻ പറ്റത്തില്ല. അപ്പൊ ഇത് ദിവസങ്ങൾക്ക് മുമ്പ് കാട് വരുന്നതിന് മുമ്പ് ഇട്ടെന്നാണ് ഇവർ പറയുന്നത്, ഇവരുടെ പ്രശ്നം. അപ്പൊ കാട് വരുന്നതിന് മുമ്പ് ഇട്ട നാരങ്ങ എന്തുകൊണ്ട് മോശമായില്ല എന്നാണ് എന്നോട് ഇവർ ചോദിക്കുന്നത്. അപ്പൊ ഇത് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ആണ് ഇവര് ചോദിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ എന്തായാലും ഞാൻ ഇവരോട് പറഞ്ഞു, ഇത് നിങ്ങളുടെ അസുഖത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പൊ ഹസ്ബൻഡിനും കൂടി വന്നത് എന്താണ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് ഞാനിപ്പോ അദ്ദേഹം എന്റെ പേഷ്യന്റ് അല്ല, അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് പറയാൻ അറിയില്ല. ഇതെന്തായാലും ഞാൻ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് നിങ്ങളുടെ അസുഖത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ സൂപ്പർസ്റ്റീഷ്യസ് എന്നുള്ള റൂബ്രിക്സ് ആണ് ഞാൻ കൊടുത്തത്. അതിൽ തന്നെ ഫിയർ ഓഫ് സൂപ്പർസ്റ്റീഷ്യസ്. അപ്പൊ അതിന്റെ ഒറ്റ മെഡിസിനേ ഉള്ളത് റെസ്റ്റോക്സ് ആണ്. ഇവർക്ക് ഭയങ്കര ബോഡി പെയിൻ ആണ്. ഇവരുടെ ഫിസിക്കൽ സിംറ്റം വെച്ച് തന്നെ ഞാൻ മൊഡാലിറ്റി വെച്ച് തന്നെ റെസ്റ്റോക്സിന്റെ മൊഡാലിറ്റി തന്നെയാണ്. ആ ഫസ്റ്റ് മോഷൻ അഗ്രവേഷൻ ഉണ്ട്, പിന്നെ കണ്ടിന്യൂഡ് മോഷൻ കുറച്ചൊരു അംഗ്ലറേഷൻ ഉണ്ട്, പിന്നെ രാവിലെ ഈ എവിടെയെങ്കിലും ഇരുന്നിട്ടൊക്കെ നടക്കുമ്പോൾ ഉള്ള അതായത് റെസ്റ്റോക്സിന്റെ കൃത്യം മൊഡാലിറ്റി എല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ റെസ്റ്റോക്സ് എന്തായാലും പിന്നെ ഈ ഫിയർ ഓഫ് സൂപ്പർസ്റ്റീഷ്യസും കൂടി ഉള്ളത് കൊണ്ട് ഞാൻ അവർക്ക് കൊടുത്ത ആദ്യത്തെ റെസ്റ്റോക്സ് 1 ആദ്യത്തെ കൊടുത്തത്. പിന്നെ എന്തായാലും ഓഫ് കോഴ്സ് സെപ്റ്റിസീമിയ ആണല്ലോ. അപ്പൊ അതിന് നമ്മൾക്ക് പറയുന്ന പ്രധാന മെഡിസിൻ ആർണിക്കായും ബാപ്റ്റീഷ്യയും പെൻസിലിൻ 1. ഇതെല്ലാം ആർണിക്ക അന്ന് 30 കൊടുത്തത്, ബാപ്റ്റീഷ്യ 1 കൊടുത്തു, പെൻസിലിൻ 1 കൊടുത്തു. കാരണം സെപ്റ്റിസീമിയ ആണ്, അത് വളരെ സിവിയർ കണ്ടീഷൻ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ റെപ്പർട്രൈസ് ചെയ്തിട്ടാണ് ഞാൻ കൊടുത്തത്. റെപ്പർട്രൈസ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഈ ചിന്തകളൊക്കെ മാറും ഈ മരുന്ന് ചെല്ലുമ്പോൾ, നിങ്ങളുടെ ഈ ചിന്തകൾ. അപ്പൊ ഇയാൾ ഈ ഭർത്താവാണ് ഫോട്ടോ കാണിച്ചത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം ഫോട്ടോ ഡിലീറ്റ് ചെയ്യും. കാരണം നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അത് കിടക്കുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾ അതും ചുമന്നുകൊണ്ട് നടക്കണം. നിങ്ങൾ ആദ്യം അതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയും. അത് ഡിലീറ്റ് ചെയ്തൊന്നും ഇല്ല എന്റെ മുമ്പിൽ വെച്ച്, പിന്നെ ചെയ്തോന്നും അറിയില്ല. എന്തായാലും ഞാൻ പറഞ്ഞു, ഇത് അസുഖത്തിന്റെ. അപ്പൊ അല്ല ഡോക്ടറെ, അസുഖമാണെങ്കിൽ ഇത് ഇങ്ങനെ വരും. അപ്പൊ ഇയാൾ അതിനും വേറെ കുറെ ഉദാഹരണങ്ങൾ, ഇയാളുടെ വീടിന്റെ മുകളിലേക്ക് ആരാണ്ട് കല്ലെറിഞ്ഞെന്നോ, പിന്നെ രാത്രി അവിടെയെങ്കിലും അങ്ങനെയുള്ള സംവിധാനം, അത് ആളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് എവിടുന്നോ കല്ല് വന്ന് വീണം, ഇങ്ങനെയുള്ള കുറെ കഥകളൊക്കെ, കുറെ ശരിക്കും ഒരു അന്ധവിശ്വാസത്തിന്റെ മൂർധന്യത്തിലെത്തിയ അവസ്ഥ.
ഈ അവസ്ഥയിലാണ് ഞാൻ ഈ മെഡിസിൻ കൊടുക്കുന്നത്. എന്തായാലും മെഡിസിൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാനിത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി, ഹോമിയോപ്പതിയിൽ നമ്മൾ ഈ സിംറ്റത്തിലേക്ക് എത്തുന്നത് പലപ്പോഴും നമ്മൾ ഈ രോഗം നമ്മളെ എങ്ങനെ ഇത് വേണമെങ്കിൽ എനിക്കിതിനെ ഒരു മറ്റൊരു രീതിയിൽ വേറൊരു എലമെന്റ് ഒക്കെ ഇതിനകത്ത് ചേർത്ത് നിങ്ങളോട് എനിക്ക് വേണമെങ്കിൽ പറയാം, ഇതൊരു ഭയങ്കര ഇതിനകത്തൊരു വലിയൊരു ഒരു ഈവിൾ ഫോഴ്സ്, ആ ഫിയർ ഓഫ് ഈവിൾ ഫോഴ്സും കൂടെ ഞാൻ കൊടുത്തിരുന്നു ഇവരുടെ റൂബ്രിക്സിൽ ഫിയർ ഓഫ് ഈവിൾ ഫോഴ്സസ് കൊടുത്തിരുന്നു. ഈവിൾ ഫോഴ്സിന് ഇവർക്ക് പ്രശ്നമാണ്. ഇവരുടെ ഒരു സുഹൃത്ത് ബൈബിൾ എടുത്ത് തുറന്ന് ഒരു ദിവസം വായിച്ചപ്പോൾ ഇവർക്ക് വലിയ അസുഖം വരാൻ പോകുന്നു കണ്ട ഉടനെ ഇവരെ വിളിച്ച് കിട്ടിയ ഇവരെ ഓർത്തുകൊണ്ട് പെട്ടെന്ന് അവർക്ക് അങ്ങനെ തോന്നി ബൈബിൾ വായിക്കണം. അപ്പൊ ആ ഭാഗമൊക്കെ എന്നോട് പറഞ്ഞു, എനിക്കത് ഓർമ്മയില്ല, കാരണം അതില് എനിക്കെല്ലാം പറഞ്ഞാൽ ഓർമ്മ വയ്ക്കാൻ മാത്രമുള്ള അതല്ല, നമ്മൾ അത് കേട്ട് പരിചയമില്ലാത്ത ഒരു ഇതൊക്കെ ആണല്ലോ ബൈബിളിലല്ല, അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അറിയില്ല അത് ഏത് ഭാഗത്തുനിന്ന്. അപ്പൊ ഇങ്ങനെ എന്നിട്ട് ഇവർ പറഞ്ഞു അതിനുശേഷം എനിക്ക് അസുഖം കൂടി. അപ്പൊ ഇങ്ങനെ കുറെ ഞാൻ എത്രമാത്രം ഇവരോട് ഇതൊന്നും ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നു, അത്രമാത്രം ഇവർ ഇതൊക്കെ ഉണ്ടെന്നുള്ളതിന് സമർത്ഥിക്കാനുള്ള ഉദാഹരണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊക്കെ കൊണ്ടാണ് അപ്പൊ ഈവിൾ ഫോഴ്സസ്, ഈ സൂപ്പർസ്റ്റീഷ്യസും പിന്നെ ഇവരുടെ ഫിസിക്കൽ സിംറ്റംസ് കൊടുത്തുകൊണ്ടാണ്, ജനറൽസും കൊടുത്തുകൊണ്ടാണ് ഞാൻ മെഡിസിനിലേക്ക് എത്തിയത്. എന്തായാലും നമ്മുടെ മെഡിസിൻ കഴിച്ചപ്പോൾ ഈ റെസ്റ്റോക്സും ബാക്ടീഷ്യയും പെൻസിലിനും കൊടുത്ത് കഴിച്ചപ്പോഴത്തേക്ക് വളരെ നല്ല വ്യത്യാസം ഉണ്ടായി. നല്ല വ്യത്യാസം ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരൊരു ദിവസം ഇതൊക്കെ പൊതുവെ അസുഖങ്ങൾ പറഞ്ഞിരിക്കുമ്പോൾ ഒരു ദിവസം ഇത് ഒന്ന് വീണത് കറക്റ്റ് റൈറ്റ് സൈഡിൽ തലയടിച്ച് ഒന്ന് കട്ടിലിന്റെ ഇതിൽ തലയടിച്ച് വീണു. അപ്പോൾ കാഴ്ചക്ക് പെട്ടെന്നൊരു ബ്ലർ തോന്നി. അത് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ കൂടി വരുന്നു. അത്ര വലിയ അടിയൊന്നും ആയിരുന്നെന്ന് തോന്നണില്ല. അപ്പം എന്തായാലും വീണ്ടും ഇതേ ഹോസ്പിറ്റലിൽ ചെന്ന് ചെയ്യുന്നു. അവര് ചെയ്തപ്പോൾ റെറ്റിനൽ ബ്ലീഡിംഗ് ആണ്. അതിന്റെ റിപ്പോർട്ടൊക്കെ എന്നെ കൊണ്ട് കാണിച്ചു. അതിൽ കൃത്യമായിട്ട് ബ്ലീഡിങ് അതിന്റെ ഇതൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പിന്നെ സ്കാൻ റിപ്പോർട്ടും എല്ലാം എന്നെ കാണിച്ചു. അപ്പൊ റെറ്റിനൽ ബ്ലീഡിംഗ് ആണ് എന്ന് പറഞ്ഞു. ഇപ്പൊ റെറ്റിനൽ ബ്ലീഡിങ്, അപ്പൊ ഇവരെന്നെ എവിടെ നിന്നുകൊണ്ട് ഇവർക്കൊരു ഹോമിയോപ്പതിയോട് ഒരു താല്പര്യമായി. ഈ അന്ധവിശ്വാസത്തിന്റെ ഒന്നും ഞാൻ ചോദിച്ചില്ല. അതിനു മുമ്പ് അവരുടെ കുട്ടിക്ക് വിട്ടുമാറാത്ത ശ്വാസം മുട്ടലിനാണ് ആദ്യം എൻ്റെ അടുത്ത് വന്നെ. അപ്പോഴും ഇവർ വന്നില്ല. ഭർത്താവ് കുട്ടിയെ കൊണ്ട് വന്നു. അത് പെട്ടെന്ന് മാറിയത് കൊണ്ട് തന്നെയാണ് ഇവരെന്റെ അടുത്തേക്ക് വന്നത്. ഈ അസുഖത്തിന് ചികിത്സയ്ക്ക് എൻ്റെ അടുത്ത് വരുന്നത്. സെപ്റ്റിസീമിയയ്ക്ക് ശേഷമുള്ള എഫക്റ്റ് ചികിത്സ കോൺവാൾസൻസ് അതൊരു പ്രധാന സിംറ്റമായിട്ട് ഞാൻ കൊടുത്തിരുന്നു. കാരണം നമ്മളൊരു വലിയ അസുഖങ്ങളൊക്കെ വന്ന് മാറുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു ജനറൽസ് കുറച്ച് എടുക്കണമല്ലോ. അപ്പൊ അതൊക്കെ കൊടുത്തിരുന്നു. എന്തായാലും അങ്ങനെയാണ് ഈ മെഡിസിനിലേക്ക് ഞാൻ എത്തിയത്. ഈ പറഞ്ഞ ബാക്ടീഷ്യയും ഇതിലേക്ക് ഞാൻ എത്തിയത്. പിന്നെ ഇത് കൊടുത്തു. ഇവർ എന്നെ അവിടെ വെച്ച് എന്നെ ഹോസ്പിറ്റലിൽ വെച്ച് ഈ പറഞ്ഞ ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം, ഈ വീഴ്ചയ്ക്ക് ശേഷം എന്നെ വിളിച്ച് ഡോക്ടർ പറയുന്നത് ലേസർ ചെയ്യണമെന്നാണ്. അപ്പൊ 6 ദിവസത്തിനുള്ളിൽ ലേസർ ചെയ്യണം, അല്ലെങ്കിൽ ഇതും പ്രശ്നമാകും. ഇപ്പൊ മറ്റേ കണ്ണിനില്ല എങ്കിലും മറ്റേ കണ്ണിലേക്ക് കൂടി വ്യാപിക്കും. ഇപ്പൊ കാഴ്ച ഇവരെന്നെ വിളിച്ചിട്ട് എന്ത് ചെയ്യണം ഡോക്ടറെ നമുക്ക് ഇതിന്. ഞാൻ പറഞ്ഞു നമ്മൾ ഹോമിയോപ്പതി മെഡിസിനും, അപ്പൊ ഞങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റിത്തരാം, ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു 6 ദിവസം പറഞ്ഞിട്ടില്ലേ ലേസർ ചെയ്യാം, നമുക്ക് 6 ദിവസം മരുന്ന് കഴിച്ചു നോക്കാം. വ്യത്യാസം ഇല്ലെങ്കിൽ നമ്മൾക്ക് അപ്പൊ ആലോചിക്കാം. വ്യത്യാസം ഇല്ലെങ്കിലും ഞാൻ പറയത്തൊന്നും ഇല്ല. എന്നാലും എനിക്ക് മാറ്റിത്തരുമെന്നൊരു ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് ഉറപ്പ് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയാനാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ വരൂ, പിന്നെ നമുക്ക് നോക്കാം. മെഡിസിൻ എന്തായാലും ഉണ്ട്, ധൈര്യമായിട്ട് പോരും. ഞാൻ വേറെ എനിക്ക് ബ്ലീഡിങ്ങിന് മെഡിസിൻ കൊടുത്ത് എനിക്ക് നല്ല ഇതുണ്ട്, റിസൾട്ട് ഉണ്ട്, വരാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ അവർക്ക് ഈ അനുഭവം കൂടി ഉള്ളതുകൊണ്ട് അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കൊടുത്ത മെഡിസിൻ ഇതാണ് തൂജ നേരത്തെ കൊടുത്ത റെറ്റിനൽ ബ്ലീഡിങ് ലാക്ടസിസ് വണ്ണമും ബോത്രോപ്സും ആണ് ഞാൻ കൊടുത്തത്. ആർണിക്ക ഓൾറെഡി പോകുന്നുണ്ടായിരുന്നു. ആർണിക്ക നേരത്തെ ഞാൻ പറഞ്ഞില്ല, ശരീരം വേദനയ്ക്ക് ആർണിക്ക, അത് കഴിഞ്ഞ് വണ്ണമാക്കിയായിരുന്നു. ആർണിക്ക ഓൾറെഡി പോകുന്നത് കൊണ്ട് ഞാൻ കൊടുത്തത് ബോത്രോപ്സും ലാക്ടസിസ് വണ്ണമും ബോത്രോപ്സും ആണ് കൊടുത്തത്. ഇത് കഴിഞ്ഞ് അവര് എന്തായാലും 6 ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് 2 ലെറ്ററേ വായിക്കാൻ പറ്റുള്ളായിരുന്നു. 2 ലെറ്റർ വായിക്കാവുന്ന അവർക്ക് പിന്നെ അവിടെ തന്നെ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് 6 വരി വരെ ആ ലെറ്റർ വായിക്കാൻ പറ്റി. പിന്നെ അവർക്ക് കുറെ കൂടി കാഴ്ച വന്നു. അപ്പൊ ഇവിടെ വന്നപ്പോൾ അവർ അപ്പോൾ പറഞ്ഞൊരു സിംറ്റം എന്ന് പറയുന്നത് നമ്മൾക്കിതാണ്. ഇതിനെ ഒരു സ്പൂക്കി എലമെന്റ് ഒക്കെ ചേർത്ത് വേണമെങ്കിൽ ഒരു അന്ധവിശ്വാസത്തിലേക്ക് ഉണ്ടാകും. ഇവര് അപ്പോൾ എന്നോട് ഞാൻ കുറച്ച് വിശദമായിട്ട്, അപ്പൊ ഈ 6 ദിവസത്തെ അല്ലല്ലോ, പിന്നെ സമയമുണ്ടല്ലോ, അപ്പൊ ഞാൻ പിന്നെ കുറഞ്ഞു എന്നുള്ളൊരു ധൈര്യം ഉള്ളതുകൊണ്ട് ഞാൻ കേസ് എടുത്തപ്പോഴാണ് ഇവർ പറയുന്നത് ഇവർക്ക് രാത്രി ആകുമ്പോൾ എഴുന്നേറ്റ്
ഉറക്കത്തിൽ നിന്ന് ഇടയ്ക്ക് എഴുന്നേറ്റ് പോയി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും, ഭയങ്കര വിശപ്പുണ്ടാകും. അപ്പൊ നമുക്കറിയാം അത് പെട്രോളിയം, ഫോസ്ഫറസ്, പിന്നെ സോറിൻ, ഇത് മൂന്നാണ് നമുക്ക് അതിനുള്ള മെഡിസിൻ. അപ്പൊ ഞാൻ അപ്പൊ ബാക്കി കുറെ സിംറ്റംസ് ഒക്കെ ചോദിച്ചപ്പോൾ ഇവർക്ക് പിന്നെ ചെറുപ്പത്തില് മറ്റേ ഇതുണ്ടായിരുന്നു, റൈഡിങ് കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നു, സിക്നസ് ഉണ്ടായിരുന്നു, മോഷൻ സിക്നസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. മാത്രമല്ല സ്കിന്നിൽ കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട് തന്നെ ആ പെട്രോളിയത്തിന്റെ സ്കിൻസിന്റെ കൃത്യമായിട്ട് പറഞ്ഞു വിന്റർ സീസണിൽ അഗ്രവേറ്റ് ചെയ്യുന്നത് കാലിൽ ഭയങ്കര മുരി ഉണ്ടാകുന്നു, കാലിൽ ഡീപ്പായിട്ട് നല്ല വിണ്ട് കയറുമെന്ന് പറഞ്ഞു. അപ്പോ ഇതുകൊണ്ട് മാത്രമല്ല, അപ്പൊ ഞാൻ ഇതിലേക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, കനോട്ട് റീഡ് സ്മോൾ ലെറ്റേഴ്സ് എന്നുള്ള ഒരു റൂബിക്സ് ഉണ്ട് നമുക്ക്, കനോട്ട് റീഡ്, അതിന് പെട്രോളിയം ആണ് മെഡിസിൻ. അതുകൊണ്ടാണ് എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് വേണമെങ്കിൽ ഞാൻ ഇത് മൈൻഡ് മാത്രം എടുത്ത് ഒന്നുമല്ല, മൈൻഡ് മാത്രമൊന്നും എടുത്തിട്ടില്ല, ഈ ഒറ്റ മെഡിസിൻ ആണ് അതിനെ കിടക്കുന്നത്. ചെറിയ അക്ഷരങ്ങൾ വായിക്കാൻ പറ്റും. ഇപ്പൊ ഇവര് കലണ്ടറെ നോക്കിയിട്ട് പറഞ്ഞ ഡോക്ടറെ വലിയ അക്ഷരമൊക്കെ എനിക്ക് വായിക്കാം, എനിക്ക് ചെറുതൊന്നും വായിക്കാൻ അവിടെ ഇപ്പൊ വലുതൊക്കെ വായിക്കാൻ നേരത്തെ വന്നപ്പോൾ അത് കാണാൻ പ്രയാസമായിരുന്നു എന്ന് പറഞ്ഞു. കുറച്ച് ഇതുപോലെ അപ്പുറത്താണ് കലണ്ടർ കിടക്കുന്നത്. അപ്പൊ ഇതുകൂടി വെച്ചുകൊണ്ടാണ് ഞാൻ പെട്രോളിയം കൊടുത്തത്. ഇപ്പൊ പെട്രോളിയം വണ്ണം തന്നെയാണ് കൊടുത്തത്, ലാക്ടസിസും അർണിക്ക വണ്ണം അപ്പൊ ഇതിന്റെ മെഡിസിൻ തീർന്നത് കൊണ്ട് അർണിക്ക വണ്ണം റിപ്പീറ്റ് ചെയ്ത് ലാക്ടസിസ് കൊടുത്തു, പോത്രോക്സും കൊടുത്തു. അതിനുശേഷം വിളിച്ചു, വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞത് കാഴ്ച ഒന്നുകൂടി ക്ലിയർ ആയി വരുന്നു, കുറെ കൂടി അവർക്ക് ബ്ലീഡിങ്ങിന്റെ നമ്മൾ ടെസ്റ്റ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈ ഫിസിക്കൽ സിംറ്റത്തിൽ നിന്ന് നമുക്ക് മെന്റൽ സിംറ്റത്തിലേക്ക് പോകാം. അതല്ല നമ്മൾ മറ്റാർക്കും പറ്റാത്തൊരു കാര്യം എന്നുള്ള രീതിയിൽ ഞാൻ അവരുടെ മനോനില വിശകലനം ചെയ്ത് ഞാൻ കണ്ടെത്തിയതാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കുക. ഞാൻ കൃത്യമായിട്ട് ഫിസിക്കൽ സിംറ്റത്തിൽ തന്നെയാണ് ഇതിലേക്ക് പോയത്. ഈ അതിൽ തന്നെ ഈ നേരത്തെ പറഞ്ഞ ഈ സൂപ്പർസ്റ്റീഷ്യസ് എന്ന് പറയുന്നത് നമ്മൾക്ക് ലൈക്കോപ്പസ് ആണ് അതിന്റെ പ്രധാന മെഡിസിൻ. സൂപ്പർസ്റ്റീഷ്യസ് നമ്മൾ പലപ്പോഴും നമ്മൾക്കത് സൂപ്പർസ്റ്റീഷ്യസ് അല്ല എന്നുള്ള രീതിയിൽ അവർ അവതരിപ്പിക്കുമ്പോഴാണ് അത് അവര് സൂപ്പർസ്റ്റീഷ്യസ് ആവുന്നത്. അവര് പറയുന്നത് ഇത് അങ്ങനെയല്ല എന്നാണ്, എന്ന് വെച്ചാൽ അന്ധവിശ്വാസം അല്ല ഇത്. എനിക്ക് നേരിട്ട് സ്മെല്ല് എങ്ങനെ വരും, അത് എനിക്ക് മാത്രം വന്നെങ്കിൽ കുഴപ്പമില്ല, ഭർത്താവിനും കൂടി വന്നു, ഭർത്താവും അത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഭർത്താവ് ശരിക്ക് അതിനിടയ്ക്ക് ഒരു ക്രിസ്ത്യൻസിന് മന്ത്രവാദം ഉൾപ്പെടെയുള്ളത് ഇതാണെങ്കിലും അവര് പലരെയും കണ്ട്, ജ്യോത്സ്യന്മാരെയൊക്കെ കണ്ടു. അപ്പൊ ഒരു ജ്യോത്സ്യൻ കുറിച്ച കുറിപ്പടി ഇവർക്ക് താങ്ങാൻ പറ്റാത്തതാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യമാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഹോളി എന്നുള്ള മരുന്ന് എന്റെ ഇവിടെ ഇരിപ്പുണ്ട്, ഹോളി 100 ml ഇരിപ്പുണ്ട്, ഞാൻ കൊടുത്തില്ല. കൊടുക്കാഞ്ഞതിന്റെ കാരണം ഇവര് ക്രിസ്ത്യൻ ഇതാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഹോളി എന്നും പറഞ്ഞൊരു മരുന്നുണ്ട്, അത് ഹോമിയോ മെഡിക്കൽ സ്റ്റോറിൽ പോയാൽ കിട്ടും, അത് വീടിന്റെ എല്ലാ സ്ഥലത്തും കൊണ്ട് തളിക്കണം, നിങ്ങളുടെ ദേഹത്തും തളിക്കണം. എന്തൊരു സൈക്കോളജിക്കൽ ഇത് മാത്രം ഞാൻ ചെയ്തത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധം എന്നുള്ള ഒരു അർത്ഥത്തിൽ അവര് പൗത്രീകരിക്കപ്പെടും എന്നുള്ള രീതിക്കോ ഒന്നുമില്ല. ആ മെഡിസിൻ ആക്ട് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനത് ആക്ട് ഞാൻ കൊടുത്ത മെഡിസിൻ തന്നെയാണ് ആക്ട് ചെയ്തത്. പക്ഷെ ഹോളി ഞാൻ കയ്യിൽ കൊടുക്കാതിരുന്നു. അവിടെ വേണ്ടത് നമ്മൾക്ക് എന്താണ്, നമ്മൾക്ക് അവിടെ വേണ്ടത് അതിന്റെ ഒരു മെഡിസിനൽ ആക്ഷൻ അവിടെ വേണ്ട. ഇവരുടെ മനസ്സിലൊരു തോന്നൽ ഉണ്ടാവണം എന്തോ ഇത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇത് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, തൊട്ടുരിയാടാതെ ഇത് മേടിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ആരോട് പരസ്പരം സംസാരിക്കരുത്, മിണ്ടാതെ പോയി വേണം എല്ലായിടത്തും ഒഴിക്കാനെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വസ്തുക്കളൊക്കെ വിൽക്കുക, ഇവരെ ചുളിവിലടിക്കാൻ അടിച്ചെടുക്കാൻ നിൽക്കുന്ന കുറച്ച് പേരുണ്ട് അവിടെ. ഇതിനു മുമ്പ് എനിക്ക് ഇത്ര ഒരു കേസ് വന്നിട്ടുണ്ട്. അവര് ഒരു വലിയൊരു ക്രോണിക് ഡിസീസ് ഇങ്ങനെ വളരെ എന്നും അസുഖങ്ങളായപ്പോൾ ആരോ അവരോട് പറഞ്ഞു, നിങ്ങൾ താമസിക്കുന്ന വീടിന്റെ സ്ഥലം ശരിയല്ല, അത് വിറ്റ് പോയാൽ മതി. ഞാൻ പറഞ്ഞു, ഇങ്ങനെ മണ്ടത്തരമൊന്നും കാണിക്കരുത്, സ്കൂളിന്റെ അടുത്താണ് ആ സ്ഥലം, അപ്പൊ അതൊരിക്കലും വിൽക്കരുത്, പിന്നെ അത് കിട്ടാൻ പ്രയാസമാണ്. നമുക്കൊരു കാറ് വാങ്ങിക്കാം, നമ്മൾക്ക് എന്ത് സ്വർണം വാങ്ങിക്കാം, പക്ഷെ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ പോയി കഴിഞ്ഞാൽ കിട്ടാൻ പ്രയാസം തന്നെയാണ്. അപ്പൊ ഇത്തരം കച്ചവട മനസ്ഥിതികൾ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞ് ഇങ്ങനെ പുറത്തൊരു വലിയൊരു ജോത്സ്യനെ പോയി കണ്ട് അദ്ദേഹം പറഞ്ഞ ക്രിയകളെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ക്രിയ ഇതാണ്, നിങ്ങൾക്ക് ലക്ഷങ്ങളൊന്നും മുടക്കില്ല, ഈ മരുന്നിന് കൂടി വന്നാൽ ഒരു 100-150 രൂപയാകും, അത് നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതുകൂടി ചെയ്ത് എന്തായാലും അത് മാറി. ഇനി ഒരു കേസ് കൂടി പറയാം, സമയമുണ്ടല്ലോ അല്ലെ. എന്റെ വൈഫിന്റെ കേസാണ്, ഒരു ഇൻഫെർട്ടിലിറ്റി ആണ്. ഇൻഫെർട്ടിലിറ്റി എന്ന് വെച്ചാൽ UTI ഭയങ്കരമായിരുന്നു, 6 ലക്ഷം ഉണ്ടായിരുന്നു.
സോറി 70 ലക്ഷം. 70 ലക്ഷം നമ്മൾ ചീട്ടൊന്നും എടുത്തോട്ടെ. ഇപ്പൊ 70 ലക്ഷം ഇത് കൃത്യം, ഇവര് മെഡിക്കൽ ഫീൽഡിൽ തന്നെയുള്ളതാണ്, ഒരാള് ഫാർമസിസ്റ്റ് ആണ്. ഇത് കൃത്യമാണോ, ഇത് എഴുതിയപ്പോൾ ഉള്ളത് തെറ്റാണോ എന്നറിയാൻ എടുത്ത് ചോദിച്ചു. വൈഫ് ഒക്കെ പറഞ്ഞു അതെ. അപ്പൊ ഓവുലേഷൻ അനോവുലേറ്ററി ഫേസ് ആയിരുന്നു. പിന്നെ ഇതാണ് പ്രധാനമായിട്ടും ഉള്ളത്. പിന്നെ ഹോൺബീൻ അന്ന് ഇതൊക്കെയാണ് പ്രധാന സിംറ്റം. വിവാഹം കഴിച്ചിട്ട് 4 വർഷമായി കുട്ടികൾ ഉണ്ടാകുന്നില്ല. ഈ യൂറിനറി ഇൻഫെക്ഷൻ ഇങ്ങനെ വിട്ടുമാറാതെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ ഇത്രയും ചെറിയ അളവിലല്ല, വളരെ വലിയ അളവിലാണ് അതിൽ കാണിക്കുന്നത്. അപ്പൊ കൊടുത്ത മെഡിസിന് ഈക്കോളൈ, സ്ട്രെപ്റ്റോകോക്സിൻ, എപ്പീസ് വണ്ണം, കാന്താറീസ്, ഇത്രയും മെഡിസിൻ ആണ് കൊടുത്തത്. കൊടുത്തു കഴിഞ്ഞപ്പോൾ നേരെ 50,000 ആയിട്ട് കുറഞ്ഞു. 50,000 ആയിട്ട് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ടല്ല കേട്ടോ, ദിവസങ്ങൾ കൊണ്ട് 50,000 ആയിട്ട് കുറഞ്ഞു. യൂറിൻ ക്ലിയർ ആയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ വീണ്ടും നമ്മൾ ഇതിന് മരുന്ന് കൊടുത്തപ്പോൾ അതിനിടയ്ക്ക് മെഡോർണം ഒരു ഇന്റർകറന്റ് ഡോസ് ആയിട്ട് മെഡോർണം കൊടുത്തിരുന്നു. മെഡോർണം CM ആണ് കൊടുത്തത്. എന്താ ചീട്ടല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് നോക്കുന്നു. ഇടയ്ക്ക് ഇഗ്നേഷ്യ, ഒരു മനസ്സിന്റെ കുറച്ച് ടെൻഷനും ആങ്സൈറ്റിയും ഉൾക്കണ്ട ഒക്കെ ഉള്ളതുകൊണ്ട് ഇഗ്നേഷ്യ കൊടുത്തിരുന്നു. പിന്നെ സ്ഥാപിസാഗിരിയ കൊടുത്തു. ഇങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കുറച്ചുകൂടി കേസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഹസ്ബൻഡിനോട് ഒരു അവേഷനൊക്കെ ഉണ്ട്. സെപ്റ്റിയ 10 കൊടുത്തു. ഹസ്ബൻഡിന്റെ ജോലി ഇവർക്കും ജോലി കിട്ടിയിട്ടില്ല എന്നുള്ള നിരാശ ഇവർക്കുണ്ട്. അതോടൊപ്പം ഹസ്ബൻഡിന്റെ ജോലിയുടെ ആയിട്ട് ബന്ധപ്പെട്ട് വേണ്ടത്ര ഇവർ പ്രതീക്ഷിച്ചത്രയുള്ള ജോലിയോ വരുമാനമോ ഇല്ല എന്നുള്ളൊക്കെയുള്ള ഒരു ചെറിയ ഇറിറ്റേഷൻ ഒക്കെ ഉണ്ട് ഇവർ. അപ്പൊ അതുകൊണ്ട് അവര് സെപ്റ്റിയായും കൊടുത്തു. എന്തായാലും കൺസീവ് ആയി കഴിഞ്ഞപ്പോൾ ചെറിയ സ്പോട്ടിങ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവര് ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞൊക്കെയാണ് വന്നത്. ഈ കരച്ചില് ഞാൻ ഫോണിൽ കൂടി ഞാനും കേട്ടതാണ്. എന്തായാലും നമ്മുടെ മെഡിസിൻ ഇതിൽ ഹസ്ബൻഡിനും മരുന്ന് കൊടുത്തായിരുന്നു. ടോക്സോപ്ലാസ്മ ഗ്ലാൻഡ് ഇതിനിടയ്ക്ക് ഒരു 3 ഡോസ് കൊടുത്തിരുന്നു. 30 ആണ് കൊടുത്തത്. അത് മറ്റേ ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കൊടുത്തത്. സെപ്പിയ 5 ഡോസ് കൊടുത്തു. അതിനുശേഷം ഉവാവർസി ആണ് ആ ബ്ലീഡിങ്ങിന് കൊടുത്തത്. തലാപ്സി ടിഞ്ചർ, ഉവാവർസി ടിഞ്ചർ കൊടുത്തു. ഈക്കോളയും റെസ്ക്യൂ റെമഡി, എപ്പീസും വീണ്ടും കൊടുത്തു. ഇപ്പോൾ എന്തായാലും പോയി സാക്കിലേക്കായി. ഇന്നാണ് സ്കാൻ ചെയ്ത് വന്നത്. ഇന്ന് പറയാൻ കാര്യം അതുകൊണ്ട് സാക്കിലേക്ക് ഇത് വന്നു. കുഴപ്പമൊന്നുമില്ല. ഗൈനക്കോളജിസ്റ്റ് നോക്കി, കുഴപ്പമൊന്നുമില്ല. വളരെ നല്ല റിസൾട്ടാണ്. ഹസ്ബൻഡിന്റെ മോർട്ടിലിറ്റി വളരെ കുറവായിരുന്നു. അപ്പോ മെഡോർണം ചെയ്യാൻ സൾഫർ കൽക്കേറിയ ലൈക്കോപോഡിയ. ഞാൻ വേറൊരു പേഷ്യന്റ് ഇന്നൊരു ഡോക്ടറോട് പറഞ്ഞതേ, സൾഫർ കൽക്കേറിയ ലൈക്കോപോഡിയ നമ്മൾ ഇങ്ങനെ സീരീസ് ഓഫ് മെഡിസിൻസ് നമ്മൾക്കുണ്ട്. ബോണിഹാസനാണ് അത് ആദ്യമായിട്ട് ഹനുമാൻ പറഞ്ഞെങ്കിൽ ഹനുമാൻ ഇന്റർകറന്റ് മെഡിസിൻ, മൈസ്മാറ്റിക് എന്നൊക്കെയുള്ള രീതിയിൽ ആണ് ഹനുമാൻ അത് പറഞ്ഞത്. അല്ലാതെ ഹനുമാൻ ഇത്രയും പച്ചയ്ക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതില് ബോണിഹാസനാണ് അതങ്ങനെ ഇങ്ങനെ ഒരു ശ്രേണി, അതായത് ഒരു സീരീസ് ആയിട്ട് ചില മെഡിസിൻ കൊടുക്കുമ്പോൾ ഭയങ്കര ആക്ഷൻ ആണ് എന്ന് ഹനുമാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ഒരുപാട് സീരീസ് ഉണ്ട്. ഒരുപാട് സീരീസ് ഹോമിയോപ്പതി മെഡിസിനിലുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ ഒന്ന് നോക്കി. പലപ്പോഴും നമ്മൾക്ക് ഒരു മെഡിസിനിൽ നിന്ന് അടുത്ത മെഡിസിനിലേക്ക് പോകേണ്ടി വരുന്നത് എങ്ങനെയാണ് എന്ന് പറയുമ്പോൾ കേസ് എടുക്കണം, റീടേക്ക് ചെയ്യണം, ഇതൊക്കെ വേണം. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു എളുപ്പ വഴിയാണ് ഇത് കാണാതെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ. ഇപ്പൊ കോളോസിൻ സ്റ്റാഫിസാഗ്രിയ സീരിയസ് കോളോസിന്റെ 3 മെഡിസിൻ ഉണ്ട്. പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പൊ അത് അങ്ങനെ കൊടുക്കാം. അപ്പൊ അതൊക്കെ ഇത്തരം കാര്യങ്ങൾ ഞാൻ ഇതിന്റെ ഓർമ്മ വരുമ്പോൾ പറയാം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സീരിയൽ ആയിട്ടുള്ള മെഡിസിൻസ് നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിന് എനിക്ക് പറയാനുള്ളത് എന്താണ്, മറ്റേ അനാട്ടമിയിൽ ഇത് കിട്ടിയ അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മളൊരു 40 അടി ഉയരമുള്ള കെട്ടിടത്തിൽ എത്തുമ്പോൾ
അതിലെ ഓരോ പടികൾ ചവിട്ടി ചവിട്ടിയാണ് അവിടെ മേളിലെത്തുന്നത്. അപ്പൊ അവസാനം കയറുന്ന പടി ആണ് ഈ 40ാമത്തെ പടിയിലേക്ക് എത്താൻ എത്തുന്നത് നമ്മൾ അവസാനത്തെ പടി എന്നാണ്. അവസാനത്തെ പടി മാത്രം പറഞ്ഞാൽ പോരല്ലോ, അതിനു മുമ്പുള്ള ഓരോ പടികളും പ്രസക്തം തന്നെയാണ്. ഞാൻ പറഞ്ഞത് ഓരോ മെഡിസിനും ഇതുപോലെ തന്നെയാണ്, ഘട്ടം ഘട്ടമായിട്ടാണ് അത് വരുന്നത്. അപ്പം അത് നമ്മൾ ബെർണറ്റ് ആണ് ഇത് പറഞ്ഞത്. ബെർണറ്റ് ഇതുപോലെ ഇങ്ങനെയുള്ള സീരിയൽ മെഡിസിന്റെ ഉസ്താദ് എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന് അനാട്ടമിയിൽ അന്ന് ഗോൾഡ് മെഡൽ കിട്ടിയ ഡോക്ടറാണ്. അതിനുശേഷം അദ്ദേഹം ഹോമിയോപ്പതിയിലേക്ക് കൺവെർട്ട് ചെയ്ത് വന്നതാണ്. ബെർണറ്റിന്റെ നിങ്ങൾ ഒന്ന് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് വായിക്കുക. അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത്തരം ഈ ഒരു ഇങ്ങനെ പടിയായിട്ട് ഇതില് ഈ പറഞ്ഞ ഒന്നാമത്തെ പടിയും രണ്ടാമത്തെ പടിയും പ്രധാനം തന്നെയാണ്. ഒന്നാമത്തെ പടിയും രണ്ടാമത്തെ പടിയും ചവിട്ടിയതുകൊണ്ടാണ് നമുക്ക് മൂന്നാമത്തെ പടിയിൽ എത്താൻ പറ്റിയത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഈ ഒരു സമീപനം ഇപ്പൊ ഇവിടെ എന്തായാലും ഈ സൾഫർ കൽക്കറിയ ലൈക്കോപ്പൊടിയാണ് അദ്ദേഹത്തിന് കൊടുത്തത്, ഹസ്ബൻഡിന് കൊടുത്തത്. അതുകൊണ്ട് നല്ല വ്യത്യാസം ഉണ്ടായി. ഇനി ഞാൻ കോമയിലേക്ക് വരികയാണ്. കോമ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, എനിക്ക് ഒരൊറ്റ കേസ് പോലും ട്രോമാറ്റിക് കോമ കിട്ടിയിട്ടില്ല. കാരണം എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ ഉണ്ടാവുമ്പോൾ സാധാരണഗതി നമ്മുടെ നാട്ടിൽ എന്താണ് ചെയ്യുന്നത്, അത് പിന്നെ പൊക്കി നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. എനിക്ക് ഏജ്ഡ് ആയിട്ടുള്ളവരുടെ ആണ് കൂടുതലും കിട്ടിയിരിക്കുന്നത്. അതിന്റെ ഒരു കാരണവും ഞാൻ പറഞ്ഞിരുന്നു. ആ നാട്ടിൻ പുറത്താണ് ഞങ്ങളുടെ ചികിത്സ. എന്റെ ഗ്രാമത്തിലാണ്, ഇപ്പോഴാണ് ഞങ്ങൾ ടൗണിൽ വന്ന് താമസിക്കുന്നത്. അപ്പൊ ഈ നാട്ടിൻ പുറത്ത് താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പൊതുവെ വിളിക്കുക ഈ നമ്മളെയാണ്. ഇങ്ങനെ അന്ന് ഈ കുടുംബശ്രീ പോലുള്ള സാമ്പത്തിക സംവിധാനങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് പൈസ ഉണ്ടാവത്തില്ല ആൾക്കാരുടെ കയ്യിൽ. ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോകാനില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ അവിടെ ഒരാൾ ബൈസ്റ്റാൻഡർ വേണം. അത് നിൽക്കുമ്പോൾ വീട്ടിൽ ജോലിക്ക് പോകാൻ ആളില്ല. അപ്പൊ നമ്മളതാകുമ്പം അന്ന് വാങ്ങിച്ചാൽ മതി. ഇങ്ങനെയുള്ളൊരു കണ്ടീഷനിലാണ് ഞാൻ മരുന്ന് കൊടുത്തിരുന്നത്. എന്നാലും ട്രോമാറ്റിക് കോമയ്ക്ക് ഒരു അക്കാഡമിക്കിൽ ഇതിൽ ഇൻട്രസ്റ്റ് വെച്ച് ഞാൻ പറയാം. നാട്രസൾഫ്, ഒപ്പിയം, ആർണിക്ക, ഇതൊക്കെ തന്നെയാണ് ട്രോമാറ്റിക് കോമയ്ക്കുള്ള പ്രധാന മെഡിസിൻ. നാട്രസൾഫ് നമുക്കറിയാം, നെർവ് ഇഞ്ചറിക്ക് ഹൈപ്പറിക്കും, അത് വേറെ. അതല്ല, ബ്രെയിൻ ഇഞ്ചറി എന്നുള്ളത് കൃത്യമായിട്ട് ആക്ട് ചെയ്യുന്ന. എനിക്ക് നാട്രസൾഫ് കൊടുത്ത് അങ്ങനെ ഒരു ഓർമ്മക്കുറവ് ഉണ്ടായ ഒരു കേസിൽ, ഇഞ്ചുറിക്ക് ശേഷം തല അടിച്ച് വീണ് ഇഞ്ചുറിക്ക് ശേഷം ഓർമ്മക്കുറവ് ഉണ്ടായ കേസിൽ എനിക്ക് പണ്ട് നാട്രസൾഫ് കൊടുത്ത് വളരെ നല്ല ആക്ഷൻ ഉണ്ട്. ആർണിക്കായും ബെല്ലിസ്പെർണീസ് ഒക്കെ നമ്മൾ കൊടുക്കുമെങ്കിലും അതിനൊക്കെ സ്പിയർ ഓഫ് ആക്ഷൻ വേറെയാണ്. കറക്റ്റ് കൃത്യമായിട്ട് നാട്രസൾഫ് ആണ്. പിന്നെ ആർണിക്കായും ഒപ്പിയം എന്ന് പറയുമ്പോൾ ഒപ്പിയം ഏതാണ്ട് എല്ലാത്തരം കോമകൾക്കും ഒപ്പിയം നല്ലതാണ്. അത് യുറീമിക് കോമയാണെങ്കിലും ഹെപ്പാറ്റിക് കോമയാണെങ്കിലും ഇനിയിപ്പോ ഡയബറ്റിക് കോമയാണെങ്കിലും ഒക്കെ ഈ ഓക്സിജൻ കുറഞ്ഞിട്ട് ഉണ്ടാകുന്ന കോമയുണ്ട്. ഓക്സിജൻ കുറഞ്ഞിട്ടുണ്ടാകുന്ന കോമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഈ പല കാരണങ്ങളാണ്. ഒന്ന് സിവിയർ ആസ്മ വന്നാലും മതി. സിവിയർ ആസ്മ വന്നിട്ട് ഓക്സിജൻ ബ്രെയിനിലേക്കുള്ള സപ്ലൈ ഓക്സിജൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടാകും. അപ്പോൾ അത്തരം കണ്ടീഷനിലൊക്കെ നമ്മൾക്ക് സാധാരണഗതിയിൽ നമ്മുടെ ഈ ആർണിക്ക പോലുള്ള മെഡിസിൻസ് ആണ് പ്രധാനമായിട്ടും കൊടുക്കുന്നത്. കമാമിലിസ് കൊടുക്കാം. പിന്നെ വീണ്ടും ഞാൻ ഒപ്പിയത്തിലേക്ക് വരികയാണ്. ഒപ്പിയമാണ് എല്ലാ ഇതിലും ഇത് വരുന്നത്. അതിൽ ഒപ്പിയത്തിലെ ആ ലുക്കിൽ തന്നെ നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ചില പ്രത്യേകതകൾ. ഫ്ലഷ്ഡ് ഫേസ് ആയിരിക്കും, ചിലപ്പോൾ ഡീപ്പ് റെഡ് ഹോട്ട് ആയിരിക്കും, പിന്നെ സൊള്ളൻ വെയിൻസ്, ഡിസ്റ്റൻഡ് വെയിൻസ് ആയിരിക്കും. വെയിൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ലാക്ക് ഓഫ് റിയാക്ഷൻ, അതിന്റെ ഒരു നമ്മൾ സാധാരണ പറയുന്ന ഒരു സംഭവമാണ് ലാക്ക് ഓഫ് റിയാക്ഷൻ. ഇവിടെ കോമയുടെ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, ശരിക്കുള്ള ഫസ്റ്റ് സ്റ്റേജ് കോമ എന്ന് പറയുന്നത് ഒരു സ്റ്റിമുലയോടും പ്രതികരിക്കത്തില്ല എന്നുള്ളതാണ് കോമയുടെ ഫസ്റ്റ് സ്റ്റേജിലെ കോമ. കണ്ണ് തുറക്കത്തില്ല. ഒരു നമ്മള് കണ്ണ് തുറന്നു പിടിച്ചുകൊണ്ട് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ റിഫ്ലക്സസ് ഉണ്ടാകത്തില്ല. അപ്പോൾ കൺട്രാക്ഷനും ഇതും ഉണ്ടാകത്തില്ല. ലൈറ്റ് അടിച്ചു കഴിയുമ്പോൾ ഡയലൈറ്റ് ചെയ്യത്തുമില്ല. അപ്പോൾ ഈ വീക്ക് പൾസ് ആയിരിക്കും. പിന്നെ നമ്മള് ഈ കേസിൽ നമ്മൾക്ക് ഇപ്പം ഫിസിക്കൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് സിംറ്റംസ് ആണല്ലോ നമ്മൾക്ക്. മറ്റത് കോമയായിട്ട് കിടക്കുന്ന ഒരു പേഷ്യന്റിനോട് നമുക്ക് അവരുടെ ഹിസ്റ്ററി എടുക്കാൻ പറ്റും.
ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഹെപ്പാറ്റിക് കോമയൊക്കെ ആണെങ്കിൽ കൺഫ്യൂഷൻ നേരത്തെ തൊട്ട് കൺഫ്യൂഷൻ തുടങ്ങിയിരിക്കും. കുറച്ച് ദിവസം മുമ്പേ തന്നെ ഇയാൾക്ക് കൺഫ്യൂഷൻ ഒക്കെ കാണും. ആളെ ചിലപ്പം പല കാര്യങ്ങളും മറന്നു പോവുക, ചെയ്ത കാര്യം ചെയ്തില്ലെന്ന് പറയാം. റീസെന്റ് ഫാക്ട്സും റിമോട്ട് ഫാക്ട്സിനും നമുക്ക് പ്രത്യേകം മെഡിസിൻ ഉണ്ട്. പ്രായമായവർക്ക് പലർക്കും റീസെന്റ് ഫാക്ട്സ്, രാവിലെ കഴിച്ച കാര്യങ്ങളൊന്നും ഓർമ്മ ഉണ്ടാകത്തില്ല. 60 വയസ്സിന് മുമ്പ് കൂടെ പഠിച്ച ആളിന്റെ പേരൊക്കെ വേണമെങ്കിൽ പറയും. അപ്പൊ അപ്പൊ പിന്നെ വീട്ടുകാർ പണ്ടൊക്കെ പറയും അഹങ്കാരത്തിന്റെ. അപ്പൊ അതൊക്കെ പഴയ കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മ. ഇന്ന് ഞാൻ ചായ കൊണ്ടേ കൊടുത്ത് ഓർമ്മയില്ലെന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ ഈ വീക്ക് പൾസ്, വീക്ക് പൾസിന് കോമയില് വീക്ക് പൾസിന് നമുക്ക് ഹെലിബോറസും കൂടി മെഡിസിൻ ആണ്. ഹെലിബോറസും കോമയിലെ ഒരു പ്രധാനപ്പെട്ട മെഡിസിൻ ആണ്. പിന്നെ സ്ലീപ്പ്നെസ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഫൗണ്ട് സ്ലീപ്പ് ആണല്ലോ ഈ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ സ്ലീപ്പ്ലെസ്നെസ്സും ഒപ്പിയത്തിനുണ്ടാകും. കോമയിലല്ല, ഒപ്പിയം നമ്മൾ ഇത് ജനറൽ ആയിട്ട് ഒപ്പിയത്തെ കുറിച്ചാണ്. ഇൻസെൻസിബിലിറ്റി ആൻഡ് സ്ലീപ്പ്നെസ്. സെൻസിബിലിറ്റി, ലാക്ക് ഓഫ് റിയാക്ഷൻ വിത്ത് ഇൻസെൻസിബിലിറ്റി ആൻഡ് സ്ലീപ്പ്നെസ്. സെക്കൻഡ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവും. ഹൈപ്പറാസ്തേഷ്യ ഉണ്ടാവും, ഓവർ എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, സ്ലീപ്പ്ലെസ്നെസ്സും ഉണ്ടാവും. ഇതെല്ലാം ബോത്ത് സ്റ്റേറ്റ്സ് ആർ സെപ്പറേറ്റ് ബട്ട് ആൾസോ ആൾട്ടർനേറ്റ് ഇൻ വൺ പേഴ്സൺ. ഒരാളിൽ തന്നെ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടും കാണാം, ചിലപ്പം ആൾട്ടർനേറ്റ് ആയിട്ട് വരുന്നതായിട്ടും കാണാം. പിന്നെ ഒരു ജനറൽ ആയിട്ട് ഞാനൊരു കാര്യം പറയുകയാണ്. എന്നുവെച്ചാൽ നമ്മൾക്ക് ഈ ഒപ്പിയം പേഷ്യന്റ് നന്നായിട്ട് ഇപ്പൊ നമ്മള് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താ, ഇപ്പൊ കാർബോഹൈഡ്രേറ്റിനൊക്കെ നല്ല വിയർപ്പായിരിക്കും. അപ്പൊ ഒപ്പിയത്തിന്റെ ഒരു പ്രത്യേക, എല്ലാ ഡിസ്ചാർജും ഉണ്ടാകും, ബാക്കിയുള്ള ഡിസ്ചാർജ് ഒക്കെ ഉണ്ടാകും, പക്ഷെ സ്കിന്നിൽ ഡിസ്ചാർജ് കുറവായിരിക്കും. അതും നമുക്ക് ഒബ്ജക്റ്റീവ് സൈൻ എന്ന് പറയാമെങ്കിലും അത് നമ്മൾ ചോദിച്ചാലും ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. ഒബ്ജക്റ്റീവ് സൈൻ അല്ല, എല്ലാ ഡിസ്ചാർജും വരും. കഴിഞ്ഞ ദിവസം നമ്മുടെ ഹൂബർട്ട് ഡോക്ടർ പറഞ്ഞായിരുന്നു എഴുതി വെക്കണം, അല്ലെങ്കിൽ ഇത് ആകപ്പാടെ ഓർഡർ തെറ്റുന്നു എന്ന് പറഞ്ഞു. ഓർഡർ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി വെച്ചതാണ്. പിന്നെ റിഫ്ലക്സസ് വളരെ കുറവായിരിക്കും എന്നുള്ളത് ഞാൻ നേരത്തെ. ഇപ്പൊ നമ്മള് പ്ലാന്റാറോ അല്ലെങ്കിൽ റിഫ്ലക്സസ് എവിടെ നോക്കിയാലും ആംഗിൾ ജെർട്ട് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറവായിരിക്കും റിഫ്ലക്സസ്. പിന്നെ ഉള്ളത് ഫേസ് എക്സ്പ്രഷൻ സെറൈൻ എന്നുള്ള അത് സന്യാസിമാർ വളരെ ശാന്തമായിട്ടുള്ള ഫേസ് എക്സ്പ്രഷൻ ഇതിന് കാണാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇഞ്ചുറിയുടെ കാര്യം പറഞ്ഞു, ഇവിടെ എഴുതിയിരിക്കുന്ന ആ ഓർഡർ വന്നുകൊണ്ട് വായിച്ചു പറഞ്ഞതേ ഉള്ളു. പിന്നെ നെക്സ്റ്റ് മോസ്കറ്റയ്ക്കും ലാറോസിറോസിനും ഉണ്ട് ഇങ്ങനെ ഒരു സ്ലീപ്പി സ്റ്റേറ്റും ശാന്തമായ ഒരു അവസ്ഥയും നെക്സ്മോസ്കറ്റയ്ക്ക് ഉണ്ട്. നെക്സ്മോസ്കറ്റ നമ്മൾ ഹൈപ്പോതൈറോയിഡിസത്തിന് നല്ലൊരു മെഡിസിനാണ്. ഈ കൂട്ടത്തിൽ ഓർമ്മ വന്നത് പറഞ്ഞതേ ഉള്ളു. പിന്നെ റിഫ്ലക്സസ് പൊതുവായിട്ട് പോകുന്നത് ഒന്ന് ഒപ്പിയാണെന്ന് ഞാൻ പറഞ്ഞു. അതോടൊപ്പം ഓക്സിട്രോപ്പിസ് ലാംബർട്ടറി എന്ന് പറയുന്ന ഒരു മെഡിസിനാണ്. നമ്മൾ ചില സിനിമയിലൊക്കെ ചില വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ മൃഗങ്ങളൊക്കെ ഇത് കടിച്ചു കഴിഞ്ഞാൽ ഈ സാധനത്തിന്റെ ഇത് ചവച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. കാരണം അവരുടെ കാഴ്ച നഷ്ടപ്പെടും. ഇപ്പൊ ഇവരുടെ കളി കാണുമ്പോൾ നമുക്ക് ചിരി ഉണർത്തുന്ന രീതിയിൽ കോമാളിത്തരം ഓടുന്നു, ഒരിടത്ത് പോയി മുട്ടുന്നു, ഇടിക്കുന്നു, തിരിച്ചു വരുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, അങ്ങനെയുള്ള ഭയങ്കര പ്രശ്നം കാണിക്കുന്ന അതിന്റെ ഒരു മെഡിസിനാണ്. അപ്പൊ അതിന്റെ അവസാനം വരുന്ന എന്താ, അതിന് പിന്നെ വിശപ്പ് തീരെ അങ്ങോട്ട് ഭക്ഷണം കഴിക്കാതെ വന്ന് സ്റ്റാർവേഷൻ കൊണ്ട് മരിച്ചു പോകും. അപ്പൊ ഈ ഓക്സിട്രോപ്പിസ് ലാംബർട്ടറി നമ്മൾക്ക് വിശപ്പില്ലായ്മയ്ക്കും വേണമെങ്കിൽ കൊടുക്കാവുന്ന ഒരു സാധനമാണ്. അത് ഈ റിഫ്ലക്സസ് അതിന്റെ പ്രൂവിങ്ങിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ അതുപടി എടുത്ത് കഴിക്കുമ്പോൾ ഭയങ്കര റിഫ്ലക്സ് കൂടുതലായിട്ടാണോ എന്താണോ ഈ കാഴ്ച കുറയുന്നത് കൊണ്ടാണെന്നാണ് ഞാൻ അതിന്റെ
നെറ്റിൽ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കാഴ്ച പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് ആനയും മറ്റു മൃഗങ്ങളും ഒക്കെ കുരങ്ങനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കാണിക്കുന്നതിന് ഒരു ഇതുമില്ല, ഭയങ്കര തമാശകളായിരിക്കും. തമാശകൾ എന്നിട്ട് നമുക്ക് ഫീൽ ചെയ്യും അവര് അസ്വസ്ഥത കൊണ്ടാണ് ചെയ്യുന്നത്. ഫോസ്ഫറസ് ഉണ്ട്, അതിന് തന്നെ റിഫ്ലക്സസ് ലോസ് കുറേറെ ഉണ്ട്. പിന്നെ മോർഫിയം ഉണ്ട്. മോർഫിയം നമ്മൾക്കറിയാം ഈ പറഞ്ഞ ഒപ്പിയത്തിന്റെ ഒരു ആൽക്കലോയിഡ് ആയതുകൊണ്ട് തന്നെ മോർഫിയം അതിലെന്തായാലും ആക്ട് ചെയ്യും എന്നുള്ളത് നമുക്കറിയാം. പാറ്റല്ലാർ റിഫ്ലക്സ് ആണ് ലോസ് ആവുന്നതെങ്കിൽ അലൂമിന ആൾസോ ആണ് മെഡിസിൻ. അലൂമിന ആൾസ് കാർബോണിയം സൾഫർ. എനിക്ക് ഇത് ഫോസ്ഫറസ് ഇതിനകത്താണ് കേട്ടോ, പ്ലംബം, CKL4. പ്ലാന്റാർ റിഫ്ലക്സസ് ആണെങ്കിൽ കാർബോണിയം സൾഫ് ആണ് പ്രധാന മെഡിസിൻ. ഇപ്പൊ കാർബോണിയം സൾഫ് പാറ്റല്ലാർ റിഫ്ലക്സ് ലോസ് ആണെങ്കിലും വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾക്ക് സിംറ്റം ചോദിക്കാതെ കിട്ടുന്നതാണ്. കാർബോണിയം സൾഫ് പ്ലാന്റാർ റിഫ്ലക്സ് ലോസ് ആണെങ്കിലും കിട്ടുന്നു. ഐസ് കണ്ണ് തുറക്കാതെ കിടക്കുന്നതിന് നമ്മൾക്ക് വലിച്ച് നമ്മൾ തുറന്നാലും തുറക്കാതിരിക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നതിന് എത്യുസ ഉണ്ട്, ബോവിസ്റ്റ ഉണ്ട്, ക്യാംഫർ ഉണ്ട്. കോസ്റ്റിക്കും ഒപ്പിയോ ആണ് പ്രധാന മെഡിസിൻ. സ്ട്രാമോണിയം ഉണ്ട്. അതിൽ എത്യുസയ്ക്ക് നമ്മളൊരു കാര്യം, സ്ലീപ്പ്നെസ് പറയുമ്പോൾ എത്യുസ മറക്കരുത് ഒരു കാര്യം. കൊച്ചുകുട്ടികൾ ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ഉടനെ മയങ്ങുകയാണെങ്കിൽ അത് ബ്രെയിൻ സിംറ്റം ആണ്. അതിനെ അത്ര നിസ്സാരമായിട്ട് കാണരുത്. എത്യുസ കൊടുത്താൽ അത് നിസ്സാരം തന്നെയാണ്, പക്ഷെ എത്യുസ കൊടുത്തില്ല. ഈ ഇപ്പൊ ഛർദ്ദിച്ച് കുറെ കഴിഞ്ഞ് ഉറങ്ങിയാലല്ല, ഛർദ്ദിക്കുക അപ്പം കിടന്ന് അങ്ങോട്ട് ഉറങ്ങി അപ്പൊ ഉറങ്ങുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരുപാട് സിംറ്റം ഒന്നും എടുക്കേണ്ട കാര്യമില്ല. അത് എത്യുസയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എത്യുസയും കണ്ണ് ഇങ്ങനെ കൂട്ടി ഫിക്സ് ചെയ്ത് അടച്ചു കിടക്കുന്ന ഒരു മെഡിസിനാണ് എത്യുസയും. പ്ലാന്റാർ റിഫ്ലക്സ് എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ഐസ് ആണെങ്കിൽ ഗ്ലാസ്, ഇത് അഥവാ തുറന്നിരിക്കുന്ന സ്റ്റേജും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് ഓപ്പോസിറ്റ് സ്റ്റേജും ഉണ്ട്. തുറന്നിരിക്കുന്ന സ്റ്റേജ് ആണെങ്കിൽ ഗ്ലാസി ആയിരിക്കും, സ്റ്റെയറിംഗ് ലുക്ക് ആയിരിക്കും, ഇമ്മോബിൾ ആയിരിക്കും. രണ്ടും വരും, പ്യൂപ്പിൾസ് കൺട്രാക്ടർ ആൻഡ് ഡയലേറ്റർ. ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് സ്റ്റേജും ഈ ഇതിനുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു കാര്യം ഇതിനിടയ്ക്ക് ഇതാണ്, വിയർക്കും, പക്ഷെ മറ്റുള്ള ഡിസ്ചാർജ് ഒക്കെ കുറയുമെന്നാണ്. അതൊന്ന് തിരുത്തി എഴുതിയേക്കണം. സെക്രീഷൻസ് എക്സെപ്റ്റ് ദാറ്റ് ഓഫ് സ്കിൻ. സ്കിന്നിൽ ഇതുണ്ടാവത്തില്ല, ബാക്കിയുള്ള എല്ലാ ഇതിലും ഇതുണ്ടാവും. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി എഴുതി വെക്കാനുണ്ട്, ഒരു കാര്യം വിട്ടുപോയി. പെട്രോളിയത്തിന് മറ്റൊരു സിംറ്റം ഉണ്ട്. മറ്റേ കേസിൽ ഞാൻ പെട്രോളിയം കൊടുത്തിട്ടുണ്ട്. അതായത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഡിസീസിന് ശേഷം ഫിയറും ഫ്രൈറ്റും വെക്സേഷനും ഒക്കെ ഉണ്ടാകുന്നതിന് നമ്മുടെ ഇതില് ബോറിക്കിൽ കിടപ്പുണ്ട്. ബോറിക്കിൽ കൃത്യമായിട്ട് ഒരൊറ്റ ലൈനേ ഉള്ളൂ. പക്ഷെ അത് ഇവിടെ ഈ പേഷ്യന്റിന് ഞാൻ അവർക്ക് അത്രയും ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഡിസീസിന് ശേഷം അവർക്ക് പെട്രോളിയം കൊടുക്കാനുള്ള ഒരു കാരണം അതും കൂടിയാണ്. ഓൾറെഡി പെട്രോളിയം ആണ് കാരണം. അവരുടെ രാത്രി എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക, ഇങ്ങനെയുള്ള രീതികളൊക്കെ സ്കിൻ സിംറ്റംസ് ഒക്കെ പെട്രോളിയത്തിന്റെ ആണെങ്കിലും ഇവിടെ കൊടുക്കാനായിട്ടുള്ള കാരണം ഈ ലോങ് ലാസ്റ്റിംഗ് ഡിസീസിന് ശേഷം ഭയങ്കര പേടി. ഇവർക്ക് പേടിയുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അത് ഞാൻ ഇപ്പൊ ഇത് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഓർമ്മ വന്നിട്ട് പറഞ്ഞതാണ്. ഐ സ്റ്റേൺഡ് അപ്വാർഡിലേക്ക് കണ്ണ് തുറന്നിരിക്കുന്നവരില് അപ്വാർഡ് അതിലേക്ക് ഐ തിരിഞ്ഞിരിക്കുന്നതിന്, അല്ല പീപ്പിൾസ് ഇങ്ങനെ വന്നിരിക്കുന്നതിന് നമുക്ക് ഇത് ഒപ്പം കൊടുക്കാം. അതോടൊപ്പം വേറെ ഉണ്ട്, ബ്യൂഫ ഉണ്ട്, ആർണിക്ക ഉണ്ട്, എപ്പീസ് ഉണ്ട്, ആർട്സ് ഉണ്ട്, അർട്ടമീഷ്യ ഉണ്ട്. ഇതൊക്കെ അതിന് ക്യാംഫർ ഉണ്ട്, അതിന് കൊടുക്കാവുന്ന കുപ്രം. ഇത്രയും മെഡിസിൻ അതിന് കൊടുക്കാം. വേറെ ഉണ്ട് മെഡിസിൻ കേട്ടോ. പിന്നെ ഇത് ഈ ഫട്ടക്കിന്റെ ബുക്കിൽ ഒരു കാര്യമുണ്ട്, എംബോളിസം ഓഫ് സെൻട്രൽ ആർട്ടറി ഓഫ് റെറ്റിന. അത് ഫട്ടക്കിന്റെ ബുക്കിൽ മാത്രമേ ഞാൻ അത് കണ്ടുള്ളൂ. സെൻട്രൽ ആർട്ടറി ഓഫ് റെറ്റിന ഇതൊന്നും നമ്മൾക്ക് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ റെറ്റിനൽ ബ്ലീഡിങ് ഞാൻ കണ്ടുപിടിച്ചതല്ല, ഡയഗ്നോസ് ചെയ്ത് അത് അവർ കൊണ്ടുവരികയായിരുന്നു അവിടുന്ന്. അപ്പൊ ഇതുപോലെ നമ്മൾക്ക് സെൻട്രൽ ആർട്ടറി ഓഫ് എംബോളിസം സെൻട്രൽ ആർട്ടറി ഓഫ് റെറ്റിന എന്ന് പറഞ്ഞിട്ട് ഫട്ടക്ക് അറിയാലോ, അലോപ്പതി ഡോക്ടറായിരുന്നു. അലോപ്പതിയിൽ നിന്ന് ഹോമിയോപ്പതിയിലേക്ക് വന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പതോളജിക്കൽ പ്രിസ്ക്രിപ്ഷന്റെ കാര്യത്തിൽ വളരെ വിദഗ്ധനായിരുന്നു. പതോളജിക്കൽ പ്രിസ്ക്രിപ്ഷൻ നമുക്ക്
ഞാൻ പലപ്പോഴും ചെയ്യാറുണ്ട്. ഇവിടെ സെപ്റ്റിസീമിയക്കും പതോളജിക്കൽ പ്രിസ്ക്രിപ്ഷൻ എന്ന് വേണേൽ പറയാം. സിംറ്റം ഒക്കെ എടുത്തെങ്കിലും നമ്മൾ കൊടുത്ത പെൻസിലിനും ഒക്കെ പതോളജിക്കൽ പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് തന്നെയാണ് കൊടുത്തത്. അപ്പോൾ ആ റെറ്റിനയുടെ എംബോളിസം, സെൻട്രൽ ആർട്ടർ ഓഫ് ദി റെറ്റിന എംബോളിസം ഒന്ന് സ്കാൻ ചെയ്ത് അല്ല ഇതിന്റെ റിപ്പോർട്ടുമായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ കണ്ണു അടച്ച് നമ്മൾക്ക് ഒപ്പിയം കൊടുക്കാം. അത് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. കാരണം വേറെ മെഡിസിൻ ഒന്നും കണ്ടിട്ടില്ല, ഉണ്ടായിരിക്കും. പിന്നെ ചെയിൻ സ്റ്റോക്ക് റെസ്പിറേഷൻ, അത് നിങ്ങൾക്കറിയാമല്ലോ, ഡീപ്പും സ്ലോ ആയിട്ട് ആ റെസ്പിറേഷന്റെ രീതി. അത് നെറ്റിൽ അതിന്റെ ആ രീതി, അതിന്റെ സൗണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കേട്ട് നോക്കണം. ചെയിൻ സ്റ്റോക്ക് റെസ്പിറേഷൻ കണ്ടിട്ടില്ലെങ്കിൽ, ഒരുപാട് വയസ്സന്മാർ ചികിത്സിച്ചവർ കണ്ടു കാണും. അപ്പൊ ചെയിൻ സ്റ്റോക്ക് റെസ്പിറേഷൻ ഉണ്ടെങ്കിലും നമ്മൾക്ക് ഈ ഒപ്പിയം കൊടുക്കാം. പിന്നെ ഒപ്പിയം ഇതിൽ നോക്കുമ്പോഴാണ് പ്രശ്നം. ഒപ്പിയം കൊടുക്കാവുന്നത് ഈ ഡ്രോപ്പിംഗ് ഓഫ് ജോ, ആ ട്രോഫിക് ജോ ഒപ്പിയം പേഷ്യന്റിൽ മിക്കവാറും ഈ പാരാലിസിന്റെ ഭാഗമായിട്ട് അത് കാണും. അതുണ്ടെങ്കിലും നമുക്ക് ഒപ്പിയം കൊടുക്കാം. ഡ്രോപ്പിംഗ് ഓഫ് ജോയ്ക്ക് വേറെയും മെഡിസിൻ എനിക്ക് ഓർമ്മ, ഞാൻ പറയാം, ഇപ്പൊ ഇത് ഓർമ്മയെന്ന് പറഞ്ഞു. അത് പിന്നെ ലൈക്കോപോഡിയം അതിൻ്റെ ഒരു മെഡിസിനാണ്. പിന്നെ സ്നോറിങ് ഉണ്ടാവും ചിലപ്പോൾ. ഈ നല്ല പൂർണ്ണമായും കോമ ആണെങ്കിൽ പോലും സ്നോറിങ്, നല്ല സൗണ്ടിൽ സ്നോറിങ് ഉണ്ടാവും. ഇനി സ്നോറിങ് എന്ന് പറയുന്നത് ലൗഡ് സ്നോറിങ് ആണെങ്കിൽ, കോമ അല്ലാതെ ഇപ്പൊ ഭാര്യ ഭർത്താവിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ ഇയാടെ കുറുക്കമ്മലി കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ ഒപ്പിയം വരാറുണ്ട്. ഒപ്പിയം മാത്രമല്ല സ്നോറിങ് ലൗഡിന് മെഡിസിൻ, എന്നാലും ഒപ്പിയം ഇത് കൂട്ടത്തിൽ ഞാൻ അതുകൂടി പറഞ്ഞതേ ഉള്ളൂ. ഒപ്പിയം വരാറുണ്ട് സ്നോറിങ്ങിന്. സ്നോറിങ് ഇൻവോളണ്ടറി യൂറിനേഷൻ ആൻഡ് സ്റ്റൂൾ ഉണ്ടാവും സ്നോറിങ്ങിനോടൊപ്പം. അത് പിന്നെ പാരാലിസിസ്, അതുകൊണ്ട് കോമറ്റസ് സ്ലീപ്പ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതുണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. സ്ട്രോക്കിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞ കോമയിലാണ്. ഇനി സ്ട്രോക്കിലാണ് സ്ലോ പൾസ് എങ്കിൽ ആർണിക്കായും ഒപ്പിയവും മെഡിസിനാണ്. ആർണിക്കായും ഇപ്പൊ ഞാൻ എഴുതി ഇട്ടതുകൊണ്ട് ആണിത് പറയാൻ കാര്യം. പിന്നെ ഫീവർ ഡ്യൂറിങ്, ഈ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഭയങ്കര പനി വന്നതിന് ശേഷം ഒരു ബോധം പോകുന്ന പോലെ വരികയാണെങ്കിൽ ഒപ്പിയം പ്രധാന മെഡിസിനാണ്. അത് ഇന്ത്യൻ സീറ്റൊക്കെ ഉണ്ടെങ്കിൽ അക്കോണൈറ്റ്, എപ്പീസ്, ആർണിക്ക, ബാക്ടീഷ്യ, ബെല്ല്, കാക്ടസ്, എൽസി, ഇത്രയും മെഡിസിൻ ഉണ്ട്. സോറി, ഇപ്പോഴത്തെ നമ്മളോട് പറഞ്ഞു ഫീവർ ഡ്യൂറിങ് അതിനുശേഷം ബോധം, ചില കുട്ടികൾ മയങ്ങിക്കിടക്കും. ഫീവറിന്റെ ആ സമയത്ത് ഭയങ്കര മയങ്ങിക്കിടക്കും, വിളിച്ചാലൊന്നും എണീക്കാത്ത രീതി മയങ്ങിക്കിടക്കും. അങ്ങനെ മയങ്ങിക്കിടക്കുകയാണെങ്കിൽ നമ്മൾക്ക് കൊടുക്കാവുന്ന, കോമ എന്നതിന് പൂർണ്ണമായിട്ടും വിളിക്കാറില്ല, പക്ഷെ കോമ എന്നാണ് നമ്മുടെ മെറ്റീരിയൽ മെഡിക്കൽ പറയുന്നത്. അപ്പൊ അതിന് പറയുന്ന മെഡിസിൻ എന്ന് പറയുന്നത് പിന്നെ അക്കോണൈറ്റ്, എപ്പീസ്, ആർണിക്ക, മ്യൂറിയാറ്റിക് ആസിഡ്, നാട്രം, സെപ്പിയ, പിന്നെയുണ്ട് ആഴ്സ്, ബാപ്റ്റീഷ്യ, പെല്ല്, കാക്ടസ്, എൽസീമിയ ഞാൻ പറഞ്ഞായിരുന്നു, ഹെലിബോറസ്, ഹയോസിയാമസ്, ഫോസ്ഫറസ്, സോറിനം, പൾസ്, ഇത്രയും മെഡിസിൻ അതിനുണ്ട്. സ്ട്രോക്ക് വന്നതിന് ശേഷം കോമയല്ല, എപ്പോഴും സ്ലീപ്പ് ആണെങ്കിലും ഒപ്പിയം പറയുന്നതുകൊണ്ട് റോട്ടാലസ് കൊറിഡസ് ഒപ്പിയമാണ് അതിന്റെ പ്രധാന മെഡിസിൻ. സ്ട്രോക്ക് അപ്പോപ്ലക്സിക്ക് ശേഷം, അതായത് സ്ട്രോക്കിന് ശേഷം കോമയ്ക്ക് ഒപ്പിയം മെഡിസിൻ ആണ്, നേരത്തെ പറഞ്ഞതാണ്. അഥവാ പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്നു. ഓപ്പിയം വേറൊരു മരുന്നൊക്കെ പറഞ്ഞ് റോട്ടാലസ് ഫോർട്ടിസ്. അതെ, റോട്ടാലസ് ഫോർട്ടിസ്. പിന്നെ ശരിക്കും നല്ല കോമയാണെങ്കിൽ ചത്ത പോലെ കിടക്കും എന്ന് തന്നെ, അങ്ങനെ തന്നെയാണ് നമുക്ക് അതിന് സിംറ്റം പറയുന്നത്. അപ്പോൾ അതും ഒപ്പിയത്തില് ഒരു സിംറ്റമായിട്ട് എടുക്കാവുന്നതാണ്. ഈ ഇൻവോളണ്ടറി യൂറിനേഷൻ മാത്രമല്ല, റിട്ടൈൻഡ് യൂറിൻ പോകാതിരിക്കുന്നതിനും റിട്ടൈൻഡ് യൂറിനും ഇത് ഒപ്പിയം തന്നെ മെഡിസിനായിട്ട് വരും. അത് ആഫ്റ്റർ ഫ്ലൈറ്റ് ഇൻ ചിൽഡ്രൻ, പേടിച്ചതിന് ശേഷമാണ് മൂത്രം ഒട്ടും പോകാതെ എന്തെങ്കിലും ആണെങ്കിൽ അത് ഒപ്പിയം ആണ് അതിന്റെ പ്രധാന മെഡിസിൻ. ന്യൂ ബോൺസിനും റിട്ടൻഷൻ ഓഫ് യൂറിനും ഒപ്പിയം മെഡിസിൻ ആണ്. അക്കോണൈറ്റ് ഉണ്ട്. പിന്നെ
ഒപ്പിസ്തോട്ടോണസ് ആയിരിക്കും ഈ ഇതിന്റെ ഒരു എപ്പിലെപ്റ്റിക് കണ്ടീഷന് ശേഷം എപ്പിലെപ്റ്റി വരുന്നത് ഒപ്പിസ്തോട്ടോണസ് ആയിരിക്കും. ബാക്കിലേക്കായിരിക്കും ആർച്ച് ചെയ്യണം. ഫ്രണ്ടിലേക്കാകുമ്പോൾ എംബ്രാസ്തോട്ടോണസ് എന്നാണ്. പിന്നെയുള്ള ഒരു ഫിസിക്കൽ സൈൻ നമ്മൾ ചെന്നാൽ കാണാവുന്ന ഡീപ്പ് കോമ അല്ലെങ്കിൽ കാണാവുന്ന കിക്കിംഗ് ഓഫ് ബ്ലഡ് ക്ലോത്ത്. അതിങ്ങനെ ബ്ലഡ് ക്ലോത്ത് ഇങ്ങനെ ഇത് പിടിച്ചോണ്ടിരിക്കും. അതും ഇതിൽ കാണുന്ന ഒരു സിംറ്റമാണ്. ലൈസ് ആസിഫ് ഡെഡ്, അത് ഞാൻ ഓർമ്മയെന്നാണ് പറഞ്ഞത് ഒക്കെ ഉണ്ടത്. അപ്പൊ അതിന് ആർണിക്കായും കാർബോവെജും ഉണ്ട്, അതിന് മെഡിസിൻ ആയിട്ട് കൊടുക്കാവുന്ന. ഇനിയിപ്പോ അടുത്ത മെഡിസിനിലേക്ക് പോകാൻ സമയമുണ്ട്. ഇനിയിപ്പോ 5 മിനിറ്റേ ഉള്ളൂ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ബാക്കി ഒരു ക്ലാസ് ആയിട്ട് കൂടെ വെക്കാം. ഒരു ക്ലാസ് ആയിട്ട് വെക്കാം ബാക്കി. ഇനി ക്ലാസ് ആയിട്ട് വെക്കണം. ഇപ്പൊ പെട്ടെന്നൊരു സിംറ്റം പറയാതെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഇപ്പൊ നമ്മള് ഇനി ഹെപ്പാറ്റിക് കോമയുടെ കുറച്ച് അത് ആണ് നമ്മൾക്ക് സിംറ്റം വെച്ചിട്ട് കണ്ടെത്താൻ പറ്റുന്ന കുറച്ച് ഈ കൺഫ്യൂഷനും അങ്ങനെയുള്ള ഇപ്പോ കുറെ സിംറ്റംസ് ഉണ്ടല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഓറിയന്റേഷൻ, സെൻസ് ഓഫ് ഓറിയന്റേഷൻ ഡിക്രീസ് ആകുന്ന, ഓറിയന്റേഷൻ ഇല്ലാതെ വരുന്ന ഒരു കണ്ടീഷനൊക്കെ ഈ ഹെപ്പാറ്റിക് കോമയ്ക്ക് മുമ്പ് ഉണ്ടാകുന്ന സയൻസാണ്. അപ്പൊ അത് നമ്മൾക്ക് അവരോട് ചോദിച്ചിട്ട് ബ്രെയിനിലേക്ക് ഈ കെമിക്കൽസ് ഒക്കെ പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പോളിനർജി, ഈ കുടലിൽ നിന്നുണ്ടാകുന്ന ചില ഇതുണ്ടല്ലോ, ഉണ്ടാകുന്ന ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില ഇത് ബ്ലഡിലേക്ക് ചെല്ലും. നമ്മൾക്ക് സാധാരണ ചെല്ലേണ്ട ന്യൂറോ ട്രാൻസ്മിറ്ററിന് പകരമായിട്ട്. അപ്പൊ അതും കോമ ഉണ്ടാകും. അപ്പൊ അതിനു മുമ്പ് ഇത് ബ്രെയിനിൽ കൂടുമ്പോൾ നമുക്ക് കുറെ കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും. ആ കൺഫ്യൂഷനൊക്കെ വെച്ചിട്ട് നമ്മൾക്ക് ചോദിക്കാം. നമുക്ക് അങ്ങോട്ട് നമ്മളെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ആണെങ്കിൽ ഞാനിങ്ങനെ ചോദിക്കും, എന്തായിരുന്നു കുറച്ച് ദിവസമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ചോദിക്കും. കാരണം ഒരുപാട് കേസുകൾ, ഇത്തരം കേസുകൾ നോക്കിയാണ് ഹോമിയോപ്പതി മെഡിസിൻ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞതാണ്, ഹോമിയോപ്പതി മെഡിസിൻ ഇത്ര ആക്ഷൻ ഉണ്ടാവുമെന്ന് ഞാൻ പഠിച്ചത് അങ്ങനെയാണ്. കാരണം കാർബോവെജിന്റെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ISK ന്യൂസിലെ കാർബോവെജ് കൊടുത്ത ഒരു കേസ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നൊരു വിവാദമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു തർക്കം ഉണ്ടായപ്പോഴാണ് ഞാൻ എഴുതിയത്. അപ്പോൾ കാർബോവെജിന്റെ ക്ലാമി പ്രിസ്ക്രിപ്ഷൻ ആണ്. നിങ്ങൾ ഒരിക്കലും മറക്കരുത്, ക്ലാമി എന്നുള്ളത് മറക്കരുത്. വളരെ ദേഹത്ത് തൊട്ടാ ഇങ്ങനെ നമ്മൾ തൊട്ടാ തണുപ്പറിയും എന്ന് മാത്രമല്ല, ഇങ്ങനെ ദേഹത്ത് ഇങ്ങനെ തൂത്ത് കഴിഞ്ഞാൽ വിയർത്തെന്ന് മനസ്സിലാവുള്ളൂ. കാരണം ഇത് കാണാൻ പറ്റാത്ത അത്ര ചെറിയ 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 കുഞ്ഞ് പൊട്ടുസൂചി തലപ്പ് പോലെയുള്ള അത്രയും വിയർപ്പേ കാണുകയുള്ളൂ. അല്ലാതെ വിയർത്ത് അങ്ങോട്ട് ഒഴുകത്തില്ല. പക്ഷെ ആള് തണുത്തിരിക്കും. പൾസ് വളരെ കുറവായിരിക്കും. പൾസ് കൂടിയാലും കാർബോവെജ് മെഡിസിനാണ്, പൾസ് കുറഞ്ഞാലും കാർബോവെജ് മെഡിസിനാണ്. പൾസിന്റെ നമ്പറൊക്കെ വെച്ചിട്ട് നമുക്ക് കുറെ മെഡിസിനുണ്ട്. സമയം ഏതാണ്ട് തീരാറായതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ അതൊരു ക്ലാസ്സും കൂടെ എടുക്കണം സാറേ ബാക്കി. എന്നാലും ഇതിപ്പോ നമുക്ക് ഓപ്പിയം മാത്രമല്ലേ ആയുള്ളൂ. ഒപ്പിയം ആണ് മിക്ക കേസിലും കവർ ചെയ്യുന്ന ഒപ്പിയാണ്. പണ്ടാണ് ഇത്തരം കേസുകൾ, ഇപ്പൊ കുറവാണ് കേട്ടോ. മാത്രമല്ല ഇപ്പൊ നമ്മൾ അവിടുന്ന് താമസവും മാറി. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒരു ഇച്ചിരി സമയം കൊടുക്കാം. ഡോക്ടറെ അടുത്ത് പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതിലൊരു കേസില് ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, ലാക്ടസിസ് കൊടുത്ത കേസിൽ. അതായത് സെപ്റ്റിസീമിയക്കാണ്. സെപ്റ്റിസീമിയയില് ലാക്ടസിസ് എന്താണ് ഇൻഡിക്കേഷൻ? ലാക്ടസിസ് ബ്ലഡ് ഡിസോർഗനൈസേഷൻ ആണ്. ലാക്ടസിസ് പ്രധാന മെഡിസിൻ അല്ല, പിന്നെ സെപ്റ്റിസീമിയയുടെ പ്രധാന മെഡിസിനാണ് ലാക്ടസിസ്. ഞാനവിടെ പതോളജിക്കൽ പ്രിസ്ക്രിപ്ഷൻ ആണ് എടുത്തത്. അത് അല്ലാതെ അവിടെ ഈ പറഞ്ഞ സിംറ്റം ആകെ എടുത്തത് റെസ്റ്റോക്സ് എടുത്തെങ്കിൽ പോലും അവിടെ മാത്രം ഒരു മൈൽഡ് എടുത്തു. മറ്റേ ഫിയർ ഓഫ് സൂപ്പർസ്റ്റിഷ്യസ് എന്നുള്ള ഒരു സിംറ്റം എടുത്തു. പിന്നെ അപ്പോഴും അവിടെ ഫിസിക്കൽ സിംറ്റം തന്നെയാണ് ഇമ്പോർട്ടൻസ്. പിന്നെ അവർക്ക് ലാക്ടസിസിൻ്റെതായിട്ട് ഉള്ള ലെഫ്റ്റ് സൈഡിലാണ് കുറച്ച് പ്രോമിനന്റ് ആയിരുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ലാക്ടസിസിന്റെ വേറെ വലിയ മൊഡാലിറ്റി ഒന്നും ഉണ്ടായില്ല. പൊതുവെ പാമ്പ് വിഷങ്ങളെല്ലാം ബ്ലഡിൽ ആക്ട് ചെയ്യുന്നതാണ്.
നമുക്കറിയാലോ ഹാർട്ടിലും ബ്ലഡിലും ഏറ്റവും കൂടുതൽ ആക്ട് ചെയ്യുന്നതാണ് പാമ്പ് വിഷങ്ങൾ. അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു കണ്ടീഷനും കൂടി സെപ്റ്റിക് കണ്ടീഷൻ ആണല്ലോ ബ്ലഡിൽ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ലാക്ടോസിസ് കൊടുത്തത്. വേറെ പ്രത്യേകിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് എടുത്തപ്പോൾ റെപ്പർട്ടൈസ് ചെയ്തപ്പോൾ ലാക്ടോസിസ് വന്നു. അതോടൊപ്പം ഈ പറഞ്ഞ സെപ്റ്റിസ് അതൊരു പതോളജിക്കൽ ആ മെഡിസിൻ വരുന്നത് കൊണ്ടാണ് കൊടുത്തത്. ഇനിയിപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഡോക്ടറോട് ചോദിക്കണമെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. നമുക്ക് സമയം കുറവാണെങ്കിൽ അത്യാവശ്യം ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ഇല്ലെങ്കിൽ സലീം കുമാർ ഡോക്ടർ ഉണ്ടല്ലോ. ഹലോ, ആ ഞാൻ ഇടക്കുന്ന കയറിയത്, എനിക്ക് മുഴുവൻ കേൾക്കാൻ പറ്റില്ല, ഞാൻ വേറെ സ്ഥലത്താണ്. ആ. അങ്ങനെ ഭദ്രൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർക്ക് സംസാരിക്കാം. ഭദ്രൻ ഡോക്ടർ അഡ്മിറ്റ് ചെയ്യാം. ഡോക്ടർ അഡ്മിറ്റ് ചെയ്യാം. ഭദ്രൻ ഡോക്ടർ അഡ്മിറ്റ് ചെയ്തോളൂ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ടോസസിനുള്ള മെഡിസിൻസ് ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. ടോസിസിന് കോസ്റ്റിക്കം ജൽസീമിയം ആ. ആണ് പ്രധാന. ജൽസീമിയം ജൽസീമിയം ആണല്ലോ, ജൽസീമിയം ഇതാണ് പ്രധാന മെഡിസിൻ. അത് അലുമിന എങ്ങനെയാണ്? അലൂമിന ഞാൻ കൊടുത്തിട്ടില്ല. അലൂമിന പാരാലിസിസിന് അലൂമിന പറയുന്നുണ്ട്. പക്ഷെ പാരാലിസിസ് എന്നുള്ള രീതിക്ക് വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ എനിക്കൊരു ഈ സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള ഒരു കുഴപ്പമെന്ന് ചിലപ്പോൾ പേപ്പർ വായിക്കുമ്പോൾ കണ്ണിങ്ങനെ പിടിച്ച് തുറന്നു വെച്ച് വായിക്കേണ്ടി വരും. അപ്പൊ നന്നായിട്ട് കാണാം. എന്നാൽ അല്ലാതെ കാണാൻ കുഴപ്പമൊന്നുമില്ല. വേറെ ആർക്കും അറിയില്ല ഇങ്ങനെയുള്ളൊരു പ്രയാസമുള്ളത്. അപ്പൊ അത് പ്രധാന മെഡിസിൻസ് കോസ്റ്റിക്കം ജൽസീമിയം, നൈട്രിക് ആസിഡ് ഉണ്ട്. നൈട്രിക് ആസിഡ്, റെസ്റ്റോക്സ്, സെപ്പിയാസ്, പൈജീലിയം, ഇതൊക്കെയാണ് പ്രധാന മെഡിസിൻ. ഒരു സൈഡ് മാത്രമാണോ? ഒരു സൈഡ്, പ്രത്യേകിച്ച് വലത് സൈഡിലാണ്. റൈറ്റ് ആണെങ്കിൽ ക്യുറേറെ, എപ്പീസ് ഒക്കെയാണ്. വൺ സൈഡ് മാത്രം ആണെങ്കിൽ, റൈറ്റ് കൂടുതലാണെങ്കിൽ അത് കഴിക്കണ്ട. നമ്മൾ സിംഡ എടുക്കുമ്പോൾ എപ്പോഴും അങ്ങനെ എടുക്കണം. വൺ സൈഡ് എന്ന് പറയുമ്പോൾ ഒരു സൈഡ് മാത്രമേ ഉണ്ടാവും. റൈറ്റ് കൂടുതലാണെങ്കിൽ വൺ സൈഡ് മാത്രമാണെങ്കിൽ മെഡിസിൻ പറഞ്ഞേക്കാം സിഫിലിന്. പക്ഷെ അതല്ല നമുക്ക് ഇവിടെ. റൈറ്റ് സൈഡ് കൂടുതലാണ്, മറ്റിടത്തും ഉണ്ടല്ലോ. അപ്പൊ വൺ സൈഡ് അല്ല. സിംഡ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇതാണ്. അപ്പൊ അതില് എപ്പീസ്, ക്യുറേറെ ഇതൊക്കെയാണ്. അലൂമിന അതിനകത്ത് വരുന്നുണ്ട്. അലൂമിന വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അലൂമിന കഴിച്ചല്ലേ. ജിൻസംഗ്, ഞാനത് നോക്കി പറയാൻ. നാട്രം 100, റെസ്റ്റോക്സ്, സൾഫർ. ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം. പിന്നെ മസിൽസ് ഓഫ് ദ ഐബോൾസിന് ആണ്. അതിന് പാരാലിസിസ് ഒന്നും ഇല്ലല്ലോ അല്ലെ? ഇല്ല. ത്രോട്ട് മസിൽസിനും കൂടി പാരാലിസിസ് ഇതിനോടൊപ്പം വരുമ്പോഴാണ് ജൽസീമിയം കൂടി വരുന്നത്. അല്ല, ജൽസീമിയം അല്ലെങ്കിൽ കൊടുക്കണം. ഞാൻ പറഞ്ഞ കേസിൽ ത്രോട്ട് മസിൽസിന് പാരാലിസിസ് ഈ ലിഡ്സിന്, അതായത് ടോസിസിനോടൊപ്പം ത്രോട്ട് മസിൽസ് പാരാലിസിസിന് ജൽസീമിയം മാത്രമാണ് ഒരു മെഡിസിൻ ആയിട്ട് പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് ജൽസീമിയം പിന്നെയും റിപ്പീറ്റ് ചെയ്തത്. അതുകൊണ്ടാണ്. പിന്നെ ആ ജൽസീമിയം ആക്ട് ചെയ്തിട്ടുണ്ടല്ലോ. തൈമസ് രണ്ടാമതാണ് കൊടുത്തത്. തൈമസ് കൊടുത്തത് തൈമസ് ആദ്യം കിട്ടിയില്ലായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു, ഇത് മിസ്പ്ലേസ് ചെയ്തിരിക്കുകയായിരുന്നു, കണ്ടില്ല. തൈമസ് രണ്ടാമതാണ് കൊടുത്തത്. അപ്പൊ അല്ലാതെ തന്നെ അതിന് ആക്ഷൻ തുടങ്ങിയെന്നാണ്. പക്ഷെ തൈമസും കൂടി ചെന്ന് കഴിഞ്ഞാണ് സ്കാൻ ചെയ്തത്. നമ്മുടെ എക്സാസർവേഷൻ ഉണ്ട്. ഡോക്ടർ നന്ദി പറയണേ. തീർച്ചയായിട്ടും. ഞാൻ ദേവൻ ഡോക്ടറുടെ ക്ലാസ്സുകൾ എല്ലായ്പ്പോഴും അറ്റൻഡ് ചെയ്യാറുണ്ട്. വളരെ കൂടുതൽ പ്രാക്ടിക്കൽ ഹിൻസ് കിട്ടുന്ന ഒരു ക്ലാസ്സാണ്. പുള്ളി അല്ലെങ്കിലും പാരമ്പര്യമായിട്ട് നല്ലൊരു ഹോമിയോ ഫാമിലിയിലുള്ളതാണ്. അതുകൊണ്ട്
തീർച്ചയായിട്ടും ഒട്ടും മോശമാകാൻ വഴിയില്ലല്ലോ. ഏതായാലും ഇന്നത്തെ ക്ലാസ് വളരെ കൂടുതൽ പ്രയോജനപ്രദമായിരുന്നു. എല്ലാവരും വളരെ കൂടുതൽ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ ധരിക്കുന്നു. ഈ ക്ലാസ്സിൽ ഇന്നത്തെ ക്ലാസ് പ്രിപ്പയർ ചെയ്ത് അവതരിപ്പിച്ചതിന് ഡോക്ടർ ദേവനോട് നന്ദിയും കടപ്പാടും IFPCന്റെ പേരിലും ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിലും എൻ്റെ പേരിലും അർപ്പിച്ചുകൊള്ളുന്നു. ഓൾ ദി ബെസ്റ്റ്. നമസ്കാരം. നന്ദി ഭദ്രൻ ഡോക്ടറെ. എന്തായാലും നല്ല 3 കേസുകളും അതിനോടനുബന്ധിച്ച് വന്ന മരുന്നുകളും കോമായിട്ടുള്ള മെഡിസിനും നല്ല വിശദമായി നമുക്ക് പറഞ്ഞു തന്ന ദേവൻ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇതിന്റെ ബാക്കിയായിട്ട് ഡോക്ടർ വരണം, തീർച്ചയായിട്ടും ഉടനെ തന്നെ വരണം. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അങ്ങനെ നമ്മുടെ 1543 സൂം വെബിനാർ വളരെ ഭംഗിയായിട്ട് നടക്കാൻ സാധിച്ചു. ഇന്ന് ഇവിടെ ഈ സൂം വെബിനാർ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. ഒരു അറിയിപ്പുള്ളത്, നാളെ നമ്മോടൊപ്പം ബാലേന്ദ്രൻ ഡോക്ടർ എത്തുന്നു, തിരുവനന്തപുരത്ത് നിന്ന്. ഡോക്ടർ